ചെയ്യുന്നു. ആത്മീകതയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടറിവല്ല, കണ്ടറിവല്ല, അനുഭവിച്ചറിയാനാണ്. അത് ദൈവികമായിരിക്കുന്ന സാന്നിധ്യത്തിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ മൺശരീരങ്ങളിൽ അനുഭവിക്കാൻ കഴിയുമെന്നുള്ളത് അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾക്കറിയാം. ഇന്ന് രാത്രി ആദ്യമായിട്ട് ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, അല്ല ദൂരത്ത് ഈ മീഡിയയിലൂടെയൊക്കെ അവരവരുടെ സ്ഥാനത്തിരുന്ന് ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ തറപ്പിച്ച് പറയുന്നു, ആത്മീക ജീവിതം അനുഭവിക്കേണ്ടതാണ്, കേട്ടറിയേണ്ടതല്ല, വായിച്ചറിയേണ്ടതല്ല. അതിനൊരു ആത്മീക കൂട്ടത്തിനകത്ത് പരിശുദ്ധാത്മ സാന്നിധ്യം ഇറങ്ങി വരുന്ന അഭിഷേകത്തിൻ്റെ തലങ്ങൾ കണക്കില്ലാതെ പകരുന്ന ദൈവത്തിൻ്റെ തിരുമുമ്പാകെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതയെ കവച്ചു വെക്കത്തക്ക രീതിയിൽ സ്വർഗീയ സാന്നിധ്യത്തിൻ്റെ മഹാപ്രഭാവം നമ്മളിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളെ മറ്റൊരാളാക്കി മാറ്റാൻ കരുത്തുള്ളതാണ് ആത്മീകമെന്ന് പറഞ്ഞാൽ. അതിനെത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രിക്കാലം സ്തോത്രത്തോടെ, മഹത്വത്തോടെ, പുകഴ്ചയോടെ നമ്മുടെ കർത്താവിനോട് നന്ദി പറയാൻ പറ്റും. ആ ഒരു അനുഭവമാണ് നമ്മളെ പിന്നെയും പ്രതിസന്ധികളും കൊറോണയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും, പേടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പുറകിൽ കിടക്കുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇതിനകത്ത് വന്നിരുന്ന് പിന്നെയും ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നാൽ അനുഭവിക്കാൻ ചിലതുണ്ടെന്നറിഞ്ഞ് ഇതിനകത്ത് വന്നവരെ നിരാശരാക്കി വിടാത്ത ദൈവം ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്ക് തക്കവണ്ണം ദൈവം നമ്മെ ആശീർവാദം പറയുന്നതിനേക്ക് ഉള്ളിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രസംഗത്തിൻ്റെ സാധ്യത വേദപുസ്തകം വളരെ ശക്തമായിട്ട് പ്രഘോഷിക്കുന്ന ഒരു വിഷയമാണ്. പഴയ നിയമകാലത്ത് ശക്തമായ നേതൃത്വം ഉണ്ടായിരുന്നു ദൈവജനത്തിന്, ഇസ്രായേലിന്. പഴയ കാലഘട്ടത്തിലെ ദൈവജനത്തിന് ശക്തമായ മോശ, യോശുവ തുടങ്ങിയ ശക്തരായ നേതൃത്വം ഉണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും പ്രൗഢമായിരിക്കുന്നൊരു പ്രസംഗം തൻ്റെ ജനത്തോട് പറഞ്ഞതായിട്ട് കാണുന്നില്ല. അങ്ങനെ പ്രസംഗിക്കണമെന്ന് കർക്കശമായിട്ട് ഒരു സ്തോത്രം ആഹ്വാനം പഴയ നിയമഭാഗത്ത് കാണുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ പല പ്രാവശ്യം കാണുന്നുണ്ട്. പുതിയ നിയമത്തിലെ ചില വിഷയങ്ങൾ ഇത് നീ കർശനമായി പ്രസംഗിക്കണമെന്ന് വചനത്തിൽ പറയുന്ന വിഷയങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ പ്രസംഗം ഒരു ശുശ്രൂഷയായിട്ടാണ് സ്തോത്രം എഴുതിയിരിക്കുന്നത്. പുതിയ നിയമ വചന ശുശ്രൂഷയുടെ അധികാരം എത്ര വലുതാണ്. പുതിയ നിയമത്തിൽ പ്രസംഗത്തിൻ്റെ ഉറവിടം എവിടാണ്, പ്രസംഗത്താൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചെല്ലാം ദൈവവചനം കേൾക്കുന്നവരും ദൈവത്തിൻ്റെ വചനം കൈകാര്യം ചെയ്യുന്നവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എൻ്റെ ഹൃദയത്തിനകത്ത് ഈടുറ്റൊരു ചിന്ത ഇവിടേക്ക് പോരുന്നതിനേക്കാൾ മുമ്പ് പരിശുദ്ധാത്മാവ് നാളുകളായി ചിന്തിക്കുന്നതാണെങ്കിലും ഇന്നിവിടെ പറയണമെന്ന് പ്രേരിപ്പിച്ചൊരു ചിന്ത എൻ്റെ അകത്തുണ്ട്. ഞാനതിൻ്റെ കുറിവാക്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടെ തെളിയിച്ചു പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു പശ്ചാത്തലത്തിൽ, ആ ഒരു ബേസിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിലെ സന്ദേശം കേൾക്കാൻ വേണ്ടി ഒരുങ്ങാമെന്ന് വിചാരിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഇപ്പോൾ പറഞ്ഞത് പ്രസംഗത്തിൻ്റെ ഉറവിടവും ദൈവവചന പ്രസംഗത്താൽ ഉളവാകുന്ന ശക്തമായിരിക്കുന്ന കാര്യങ്ങളും എത്ര വലുതാണെന്ന് പല ഭാഗത്ത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഒരു ഭാഗം മാത്രം കമ്പിവാചകം പോലെ ഒന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സൊന്നൊരുക്കി അതാണ് സംഭവിക്കുമെന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി എന്നല്ല ഇനി എന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വന്നാലും, അത് ചെറിയ കൂട്ടമാണെങ്കിലും വലിയ കൂട്ടമാണെങ്കിലും നമ്മുടെ സഭയുടെ കൊച്ചു യോഗമാണെങ്കിൽ പോലും കർത്തൃദാസന്മാർ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ അത് തന്നെ സംഭവിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആത്മീയതയുടെ മറ്റൊരു മുഖച്ഛായ കൂടെ ഈ കൊറോണയ്ക്ക് ശേഷം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇതറിഞ്ഞ് ആരാധിച്ച് മുന്നോട്ട് പോകുമ്പോൾ തെളിയിക്കാൻ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രേരണ എൻ്റെ അകത്ത് വന്നത്. ഞാൻ പറയാൻ പോകുന്ന വാക്യം തീത്തോസിന്റെ ലേഖനത്തിൽ നിന്ന്, കുറിവാക്യമല്ല നമ്മുടെ, പക്ഷെ ഇപ്പോൾ പറഞ്ഞ കാര്യം തെളിയിക്കാൻ വേണ്ടി. പൗലോസാണ് പ്രസംഗത്തിൻ്റെ ഏറ്റവും ചാതുര്യം, പ്രസംഗത്താൽ പലതും സംഭവിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ പിൻതലമുറയ്ക്ക് വേണ്ടി എഴുതിയത്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1-ാം അധ്യായം, തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. ആരെങ്കിലും വാക്യം വായിക്കുന്നവർ ദയവായിട്ടൊന്ന് വായിച്ചു തരുവാണെങ്കിൽ ഉപകാരമായിരിക്കും. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിനകത്ത് പരാമർശിക്കുന്നത് ഒന്ന് നോക്കിയാട്ടെ, എന്താ എഴുതിയിരിക്കുന്നത്? നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ബോഷ്കില്ലാത്ത ദൈവം. മതി സ്തോത്രം. നിങ്ങൾ നോക്കിയ വാക്യം കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്ക് 1-2 പദങ്ങൾ മാത്രം എടുത്താൽ മതി. പൗലോസ് ആ വാക്ക് തീത്തോസിന് എഴുതുമ്പോൾ പറയുകയാണ്, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ. അപ്പോൾ ആ വാക്ക് എന്താ സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ? പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ സോഴ്സ് എവിടെന്നാണ്? സ്തോത്രം. എവിടെന്നാണ് പ്രസംഗം കിട്ടുന്നതെന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് പ്രസംഗം കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. സ്തോത്രം. ഇൻ്റർനെറ്റും ടിവിയും യൂട്യൂബൊക്കെ കിടക്കുന്നതിൻ്റെ പേര് വേണമെങ്കിൽ ഒരു ഞായറാഴ്ച ഒരു 7:30-8 വരെ കിടന്നുറങ്ങിയിട്ട് പെട്ടെന്ന് ബൈബിൾ നോക്കാൻ പോലും നേരം കിട്ടിയില്ലെങ്കിൽ യൂട്യൂബിൽ തപ്പിയാൽ ഒരു ഞായറാഴ്ചക്കുള്ള പ്രസംഗം പെട്ടെന്ന് കിട്ടും. സ്തോത്രം. അങ്ങനെ ഒത്തിരി സാധ്യതകളുള്ളതാണ്. പക്ഷേ ആ പ്രസംഗത്തിന് സ്തോത്രം എന്തെങ്കിലും പറയാൻ പറ്റിയേക്കാം. പക്ഷേ
പ്രവർത്തിക്കാൻ പറ്റുന്ന പ്രസംഗം, അതിൻ്റെ ഉറവിടം പൗലോസ് പറഞ്ഞു കേട്ടോ, ദൈവം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ. അപ്പം ദൈവം പ്രസംഗം ഭരമേൽപ്പിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കുള്ള പ്രസംഗം, ദേശത്തിനുള്ള പ്രസംഗം, കാലഘട്ടത്തിനുള്ള പ്രസംഗം, ചില കുടുംബങ്ങൾക്കുള്ള പ്രസംഗം, ചില സഭകൾക്കുള്ള പ്രസംഗം, അത് ഭരമേൽപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം ഇന്ന് രാത്രിയിലും ആ ദൗത്യം നിർവഹിക്കുമെന്ന് എൻ്റെ വിശ്വാസം. ദൈവം ഭരമേൽപ്പിച്ച പ്രസംഗത്തിന് അപാര ശക്തിയുണ്ട്. പൗലോസ് പറയുന്നു, എൻ്റെ കൈവശമുള്ള പ്രസംഗങ്ങളൊന്നും ഞാൻ തേടിപ്പിടിച്ചതല്ല, ഞാൻ കുത്തിക്കുറിച്ചെടുത്തതല്ല, ഞാൻ അവിടെ നിങ്ങൾ തപ്പിയെടുത്തതല്ല, പിന്നെയോ എന്നെ ആരും പഠിപ്പിച്ചതല്ല. എൻ്റെ പ്രസംഗത്തിന്റെ ഉറവിടം സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളറകൾ തുറന്ന് ദൈവത്തോട് നന്ദി പറയണം. കർത്താവേ, സ്വർഗത്തിലെ ദൈവം ഭരമേൽപ്പിച്ച പ്രസംഗത്തിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുക മാത്രമല്ല, മുന്നോട്ടുള്ള ദിവസങ്ങളിൽ സ്വർഗീയ സാന്നിധ്യത്തിന്റെ ശക്തിയുടെ അപാര മഹത്വം വെളിപ്പെടേണ്ടതിനായി നമ്മൾ ഒരുമിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് പറയണം, കർത്താവേ, അവിടുന്ന് ഭരമേൽപ്പിക്കുന്ന പ്രസംഗത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് 2 ആഴ്ച കൊണ്ട് സഭ സ്ഥാപിച്ചിട്ടുണ്ട്, ശക്തന്മാരുടെ നടുവിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് രാജ്യം ഭരിക്കുന്ന ബുദ്ധിമാന്മാരായിരിക്കുന്ന ബുദ്ധിരാക്ഷസന്മാരുടെ നടുവിൽ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ മധ്യത്തിൽ സ്വത്രം കേൾക്കാൻ ചങ്കുറപ്പില്ലാത്തത് കൊണ്ട് പ്രസംഗം പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ദൈവമേൽപ്പിച്ച പ്രസംഗത്തിന് ചാട്ടവാറിനേക്കാൾ ശക്തിയുണ്ട്. ദൈവമേൽപ്പിച്ച പ്രസംഗത്തിന് വലിയ പാറയെ തറക്കുന്ന ചുറ്റിയേക്കാൾ ശക്തിയുണ്ട്. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടുകൂടെ കർത്തൃദാസന്മാർ അടക്കമുള്ള പശ്ചിമ കൊച്ചിയിലെ മുഴുവൻ സഭയുടെ പ്രതിനിധികൾ ഇരിക്കുന്ന ഈ യോഗത്തിൽ പറയാൻ ദൈവാത്മാവിനെ നിർബന്ധിക്കുന്ന ദൂത് ഞാൻ പറയാം. സ്വർഗത്തിലെ ദൈവം ഭരമേൽപ്പിക്കുന്ന പ്രസംഗത്താൽ ഈ ദേശത്തൊരു ഉഴുതുമറയ്ക്കൽ നടക്കാൻ സാധ്യതയുണ്ടെന്നല്ല, അതൊരു വെളിപ്പാടിൽ ഞാൻ കൈമാറുകയാണ്. എത്ര പേർ മനസ്സൊരുക്കത്തോടെ തയ്യാറാകും? കർത്താവേ, നിങ്ങൾ വിചാരിക്കാത്ത പലരും പ്രസംഗം കേൾക്കാൻ ഒരുപക്ഷെ 10,000 പേരുടെ വേദികളായിരിക്കാം. ഒരുപക്ഷെ ഒരു പ്രഭാഷകന്റെ സ്വപ്നം ഒരു കുടുംബത്തിന് വേണ്ടി പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. പണ്ട് പൗലോസിനെ വിളിച്ചതുപോലെ ആരോടൊക്കെയോ ദൈവം പ്രവചിച്ചു പറയുന്നു, നീ ആരാന്ന് പ്രാർത്ഥനാ മുറിയിൽ വെച്ച് സ്വർഗം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഔട്ട്പുട്ട്, അതിന്റെ ഒരു നിറവേറ് കാണാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവർ ഒരുമിച്ച് സ്തോത്രം പറഞ്ഞ് ആരാധിച്ചുകൊണ്ട് ഈ ഹോളിനകത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പറ, ഒരു കുടുംബത്തിന് വേണ്ടി പ്രസംഗിക്കാൻ ചിലരെ ദൈവം വിളിക്കും. ജീവനുള്ള ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് സംഭവിക്കണം. അതിനെന്ത് വേണം? സ്തോത്രം. ദൈവം ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ എന്ത് നടക്കും? ഇപ്പൊ പ്രസംഗത്തിന്റെ സോഴ്സ് ഞാൻ പറഞ്ഞു, ദൈവമാണ് പ്രസംഗത്തിന്റെ ഉറവിടം. ദൈവമാണ് പ്രസംഗം ഭരമേൽപ്പിക്കുന്നത്. ആ പ്രസംഗത്താൽ എന്ത് നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത്, തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തിയ ആ പ്രസംഗത്താൽ തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തി. ഇവിടെ ഒരു പ്രത്യേകമായ നിലവാരത്തിൽ ചില ക്ലാരിഫൈ ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? തന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തിയാന്ന് എഴുതിയിരിക്കുന്നത്. ഇത് തീത്തോസിന് പൗലോസ് എഴുതുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പോലെ 66 പുസ്തകങ്ങളുള്ള കുത്തിക്കെട്ടിയൊരു ബൈബിള് അന്നില്ല. സ്തോത്രം. അന്ന് ഈ പൗലോസ് പറഞ്ഞ അനുസരിച്ച് എൻ്റെ പ്രസംഗത്താൽ വചനം വെളിപ്പെടുത്തിയ ഇവരൊക്കെ പ്രസംഗിച്ച പ്രസംഗമാണ് വചനമായി നമ്മുടെ കയ്യിലിരിക്കുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അന്ന് ഇവർ പ്രസംഗിച്ചതാണ്, അന്ന് ഇവർ പറഞ്ഞതാണ്. പത്രോസ് ദൈവസഭയുടെ 1-ാമത്തെ പ്രസംഗം മാളികമുറി പ്രസംഗിച്ചത് 2-ാം അധ്യായത്തിലുണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ. അത് അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുക. നമ്മളത് ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അന്ന് അവർ പ്രസംഗിച്ച വചനത്താൽ വചനം വെളിപ്പെട്ടു, പ്രസംഗത്താൽ വചനം വെളിപ്പെട്ടു. സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് കാനോനികമായിട്ട് 66 പുസ്തകങ്ങളായി നമ്മുടെ കയ്യിൽ ക്രോഡീകരിച്ച് തന്നിരിക്കുകയാണ്. ഇന്ന് പ്രസംഗത്താൽ എന്താ സംഭവിക്കുന്നത്? ആ പദം ശ്രദ്ധിക്കണം. വചനത്താൽ, പ്രസംഗത്താൽ വചനം വെളിപ്പെടുത്തുക എന്നൊരു വാക്ക് നിങ്ങൾ കണ്ടോ? സ്തോത്രം. വെളിപ്പെടുത്തുക എന്നുള്ള വാക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടെത്താം. ഒത്തിരി ഭാഗത്തുണ്ട് വെളിപ്പെടുക എന്നും വെളിപ്പെടുത്തുക എന്നും. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം എഴുതിയ ഭാഷയിൽ നിന്ന് നേരിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നെങ്കിൽ, പല ഭാഷകൾ കയറി ഇറങ്ങിയാണ് നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ ബൈബിൾ കിട്ടിയത്.
നേരിട്ട് ഗ്രീക്കിൽ നിന്നാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നതെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുന്ന സുന്ദരമായിരിക്കുന്നൊരു വാക്ക് അവിടെ വന്നേനെ. ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം വെളിപ്പെടുക അല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഞാൻ പറയാൻ പോവുക, ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് വേണ്ടി. വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഒറിജിനൽ മലയാള വേർഷൻ ഇതാണ്: മറ നീക്കുക എന്ന. മറ നീക്കുക. വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ, വെളിപ്പെടുത്തുക എന്നാ പറഞ്ഞതെങ്കിൽ നീങ്ങാത്ത മറ കീറി മാറ്റുക എന്നുള്ളതാണ് അർത്ഥം. ഒരു അക്ഷരത്തിന് ഊന്നൽ വന്നപ്പോൾ സ്തോത്രം മൂലഭാഷയുടെ അർത്ഥത്തിന് ഭയങ്കര വ്യത്യാസം വന്നു. വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മറ കീറുക എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ ചിന്തിച്ചു നോക്കാം. ആ വാക്യത്തെ, എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ ദൈവം പല മറകളും കീറും. വാസ്തവത്തിൽ 2000 വർഷമായി ദൈവത്തിൻ്റെ സഭ ഓരോ സ്ഥലങ്ങളിലും ഉളവായത് നമ്മളാരും സ്തോത്രം ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാമെന്നോ, പെങ്കച്ചനെ കെട്ടിക്കാൻ നേരത്ത് കാശ് തരാമെന്നോ, ആഴ്ചയിൽ എന്തെങ്കിലും സാധനം കൊണ്ട് കൊടുക്കാമെന്നോ, വാടക തരാമെന്നോ ഒന്നും പറഞ്ഞിട്ടല്ല ദൈവത്തിൻ്റെ സഭകൾ ഉളവായി തീർന്നത്. സ്തോത്രം അങ്ങനെ പറഞ്ഞാൽ സ്തോത്രം ദൈവത്തിൻ്റെ സഭയുടെ നിലനിൽപ്പില്ലാതെയോ. പിന്നെ എന്താ സംഭവിച്ചത്? നമ്മുടെ കർത്തൃദാസന്മാർ പ്രസംഗിച്ചപ്പോൾ ലോകവും മതങ്ങളും പിശാചും കൂടി കെട്ടിവെച്ച പല മറകളും ദൈവത്തിൻ്റെ വചനത്താൽ കീറി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും സ്വർഗം എന്നോട് പറഞ്ഞു വിട്ടിരിക്കുന്ന ദൂതിന്റെ അടിത്തറ ഞാൻ ഇടുകയാ. ഈ രാത്രി ദേശത്തിലും സഭയിലും കുടുംബങ്ങളിലും മറച്ചു വെച്ചിരിക്കുന്ന മറകൾ കീറാനാണ് സ്വർഗം നമ്മുടെ മേൽ പ്രസംഗം ഫലമേൽപ്പിച്ചത്. എത്ര ദൈവദാസന്മാർക്കും എത്ര ദൈവമക്കൾക്കും ആവേശത്തോടെ സന്തോഷത്തോടെ സ്വോത്രം ചെയ്യുവാണെങ്കിൽ മനസ്സൊരുക്കത്തോടെ, അടുത്തിരിക്കുന്ന ആള് സ്വോത്രം പറഞ്ഞതുകൊണ്ടോ അയാൾ കൈയടിച്ചതുകൊണ്ടോ നമ്മൾ കൈയടിക്കുന്ന ഒരു നിർബന്ധമില്ല. ശാന്തമായിട്ടിരുന്ന് കേൾക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ പറ്റാത്ത ഒരു ആത്മസാന്നിധ്യം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻസ്പിറേഷൻ അനുസരിച്ച് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നിടത്ത് മറ കീറും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സമുദായ കോട്ടകൾ മറകെട്ടിയിരിക്കുക. ഹല്ലേലൂയ. സത്യസഭ ഏതെന്ന് അറിയാതിരിപ്പാൻ, യഥാർത്ഥത്തിലെ ആരാധന എന്തെന്ന് അറിയാതിരിപ്പാൻ, സ്നാനം എന്ന സത്യം എന്താന്ന് ജനം അറിയാതിരിപ്പാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്താന്ന് അറിയാതിരിപ്പാൻ, അതിനെല്ലാം മറകെട്ടിയിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ആ മറ കീറും. ആ മറ കീറുമ്പോൾ ആളുകൾ സത്യം ഗ്രഹിക്കും. അവർ സ്നാനത്തിലേക്ക് ഇറങ്ങും. പരിശുദ്ധാത്മാവിൽ ദാസന്മാരുടെ മേൽ കൈ നീട്ടിക്കൊണ്ട് ഞാൻ പറയുക, മറ കീറുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥിച്ചോ. എന്റെ ദൈവം പറയുന്നു, അരയും തലയും മുറുക്കി ഒരുമിച്ചിറങ്ങാമെങ്കിൽ സ്വർഗത്തിലെ ദൈവം മറ കീറി വിടുതലയപ്പാൻ വിശ്വസ്തനാണവൻ. അല്പസമയത്തേക്ക് വൻപൻ കുടുംബങ്ങൾക്കകത്ത് അല്പമെങ്കിലും ആഗ്രഹമുള്ള നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളെയൊക്കെ ഒന്ന് മനസ്സിൽ കണ്ട് കണ്ണടച്ചൊന്ന് ആരാധിച്ച് സ്തോത്രം ചെയ്തേ. കർത്താവേ, മറ കീറുന്ന ഒരു വൻപൻ പദ്ധതിയാണ് പ്രസംഗമെങ്കിൽ ഞാൻ അതിന്റെ ഗൗരവത്തിൽ അത് കണ്ടില്ല, ഞാൻ അതിന്റെ ഉത്തരവാദിത്വ ബോധത്തോടെ അത് കണ്ടില്ല. ഇന്ന് രാത്രി ഇത് ഞാൻ അറിയാനാണ് സ്വർഗം ഇതിവിടെ പറയിപ്പിക്കുന്നത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവര് മാത്രം ഇന്ന് രാത്രി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും കരയട്ടെ. തെറ്റിദ്ധാരണകൾ മാറട്ടെ, സത്യസഭ വെളിപ്പെടട്ടെ, വചനത്തിന്റെ വെളിപ്പാടുകൾ സ്വർഗത്തിന് ദൈവം ഒരുക്കട്ടെ. നിന്റെ കുടുംബത്തിന് എന്തു പറ്റി എന്ന കാര്യം ആഭിചാരകന്മാർക്ക് പറയാൻ കഴിയാത്തത്, ശകുനവാദികൾക്ക് പറയാൻ കഴിയാത്തത്, ഒരു പരിശുദ്ധാത്മ നിയോഗമുള്ള പ്രസംഗകന്റെ പ്രസംഗത്താൽ ആ മറ കീറിയാൽ ആ കുടുംബം പിന്നെ അവിടെ പിടിച്ചു നിൽക്കുവോ? അവര് നമ്മുടെ കൂടെ വരില്ലേ? ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറ, കർത്താവേ, ആ വിധത്തിലൊരു ശുശ്രൂഷ ഒരിടവേളയ്ക്ക് ശേഷം സഭ കാണട്ടെ, ഈ പട്ടണം കാണട്ടെ, സ്തോത്രം ഹല്ലേലൂയ, ദേശം കാണട്ടെ. അതിനു വേണ്ടി മനസ്സൊരുക്കത്തോടെ ഞങ്ങളെ ഒരുക്കണമെന്ന് എല്ലാവരും ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചോ. സ്വർഗം അത് ചെയ്യും. ജീവനുള്ള ദൈവത്തിന് നന്ദി പറയുന്നു. വെളിപ്പെടുത്തുക, മറക്കീറുക, മറക്കീറുക, മറക്കീറുക. ഇന്ന് രാത്രി ഞാൻ ബാക്കി സമയത്ത് പ്രസംഗിക്കുന്നത്, നിങ്ങളുടെ നന്മയ്ക്ക് നേരെ ഒരു മറ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്ന് രാത്രി 9 മണിക്കുള്ളിൽ കീറിയിട്ട് വേണം തിരിച്ചു പോകാൻ.
1000 യോഗം കൂടിയിട്ടും രക്ഷപ്പെടാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങ് ദൂരെ ഇരുന്ന് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ സന്ദേശം മുഴുവൻ കേൾക്കണം. എന്റെ ദൈവം തന്റെ ശക്തിയുള്ള ഇരുവായത്തിലുള്ള വാളാം ദൈവത്തിന്റെ വചനത്താൽ മറ കീറാൻ ഒരുങ്ങുകയാ. നീ ഉദാസീനനായിരിക്കരുത്, നീ ഉദാസീനയായിരിക്കരുത്. ഇന്ന് രാത്രി നിന്റെ കുഞ്ഞിന് എന്ത് പറ്റി, നിന്റെ കുടുംബജീവിതത്തിന് എന്ത് പറ്റി, നമ്മളെ ആരോ പറഞ്ഞു പറ്റിച്ചു, ആ വിചാരമാണ്, ക്ഷുദ്രമാണ്, ഇതാണോ നമുക്കറിയില്ല. തെറ്റിദ്ധാരണയുടെ പുറത്തല്ല ആത്മീകം പണിയേണ്ടത്. ഈ രാത്രി സകല മറകളും കീറി യാഥാർത്ഥ്യം ദൈവം ബോധ്യപ്പെടുത്താൻ പോവാ. യാഥാർത്ഥ്യം ദൈവം ബോധ്യപ്പെടുത്താൻ പോവാ. കണ്ണൊന്നടച്ച് ഒരു 30 സെക്കൻഡ് കണ്ണൊന്നടച്ച് കർത്താവിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞേ, കർത്താവേ, ഞാൻ അങ്ങ് പോകുന്ന വഴിക്ക് ഒത്തിരി പേര് ഫോൺ ചെയ്യും, എല്ലാം കണ്ണും അടച്ചോ, ഞാനൊരു വാക്കു നിങ്ങളെ ഒരുക്കി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. പോകുന്ന വഴിക്ക് വാഹനത്തിനകത്ത് ഫോണിലൊരു കോള് വന്നു. സ്തോത്രം. വളരെ ഭാരത്തോടും കണ്ണുനീരോടും കൂടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലങ്ങൾ കഴിച്ചുകൂട്ടി. കഴിഞ്ഞ 4-5 വർഷമായിട്ട് വല്ലാത്ത സ്ഥിതി. അവർ ദൈവത്തെ ഒത്തിരി സ്നേഹിച്ചവരാണെന്ന് അവർ പറയുന്നു. കർത്താവിൻ്റെ വേലക്കാരെ ഒത്തിരി സ്നേഹിച്ചാന്ന് പറയുന്നു. എന്തു പറ്റിയെന്നറിയില്ല, പലരോട് ചോദിച്ചു അറിയില്ല. ഇന്നവർ സങ്കടത്തിലാണ്. പല കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം എനിക്ക് പറയാൻ പറ്റില്ല. ഇതുപോലെ ആരെങ്കിലും എനിക്കെന്തു പറ്റിയെന്നറിയാതെ ഒരു മറയ്ക്കകത്ത് ജീവിക്കുന്നെങ്കിൽ ഈ രാത്രി ദൈവം മറ കീറണം. നിങ്ങൾ എത്ര പേരതിനെ മുറുകെ പിടിക്കും, എത്ര പേരതിനെ മുറുകെ പിടിക്കും? ആവശ്യക്കാരുണ്ടെങ്കിലേ ദൂത് വെളിപ്പെടുകയുള്ളൂ. നിങ്ങൾ എത്ര പേരത് മുറുകെ പിടിക്കും? ഞാൻ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ഞാൻ ഇങ്ങനെയല്ല ശുശ്രൂഷിക്കേണ്ടത്. എൻ്റെ മേൽ കിടക്കുന്ന വിളി എനിക്കറിയാം, എൻ്റെ ഉള്ളിലുള്ള കൃപ എനിക്കറിയാം. എവിടെയോ കൊമ്പ് കുറുങ്കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആട്ടുകൊറ്റനെ പോലെ എൻ്റെ ജീവിതം എവിടെയോ കുടുങ്ങിക്കിടക്കുന്നു. എവിടാന്ന് പലര് പ്രാർത്ഥിച്ചിട്ടും വെളിപ്പെടുന്നില്ല. ഇന്ന് രാത്രി ആ മറ കീറണം, സത്യം വെളിപ്പെടണം. യേശുക്രിസ്തു കാനാവിലെ കല്യാണ വീട്ടിൽ മഹത്വം വെളിപ്പെടുത്തി എന്ന് എഴുതിയിരിക്കുന്നത്. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മറ കീറി. അവിടെ എന്തോ മറയാ കീറിയത്? 30 കൊല്ലമായിട്ട് കണ്ണടച്ചോ പ്രാർത്ഥിച്ചോ, നിങ്ങളെ ഒരുക്കുക ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. 30 കൊല്ലമായിട്ട് യേശു ആരാന്ന് വെളിപ്പെട്ടിട്ടില്ല. ചിലർ പറഞ്ഞു മറിയയുടെ മോനാണ്, ചിലർ പറഞ്ഞു തച്ചനാണ്, ചിലർ പറഞ്ഞു യോസഫിൻ്റെ മോനാണ്, ചിലർ പറഞ്ഞു തച്ചൻ്റെ മോനാണ്. 30 കൊല്ലം യേശുവിനും ജനത്തിനും ഇടയിൽ ഒരു മറയുണ്ടായിരുന്നു. ഇവൻ ആരാന്ന് ഇതുവരെ ആർക്കും പിടികിട്ടിയില്ല. കല്യാണ വീട്ടിൽ വെച്ച് യേശു ആ മറ കീറി. ഹല്ലേലൂയ! അവിടെ വെച്ച് യേശു ആ മറ കീറി, മഹത്വം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മഹത്വത്തിനെതിരെയുള്ള മറ അവൻ കീറി. അവിടെ മുതൽ തെളിഞ്ഞു, ഇവൻ തച്ചനല്ല, തച്ചന്റെ മോനല്ല, മറിയയുടെ മോനല്ല, ബയൽസുബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു മന്ത്രവാദിയല്ല, ആളുകളെ കൂട്ടുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാരനല്ല. ഇവൻ മഹാദൈവത്തിന്റെ പുത്രനാണ് എന്ന മറ, അതുവരെ മറഞ്ഞു കിടന്ന മറ, അന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ കീറിയെങ്കിൽ നീ ആരാന്ന് വെളിപ്പെടാൻ. അങ്ങനെയൊക്കെ പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുക. ഒരു 30 സെക്കൻഡ് കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വചനം പറയാൻ എന്റെ ബുദ്ധി എന്നോട് പറയുമ്പോൾ ആത്മാവ് എന്നോട് പറയുന്നു, നീ വേറൊന്നും പറഞ്ഞില്ലെങ്കിലും ജനത്തെ ഉറപ്പിക്ക, ഞാൻ അവരുടെ മറ കീറുമെന്ന് പറയാൻ. ഇരുപതാമത്തെ ഈ ആനുവൽ കൺവെൻഷനിൽ സ്വർഗത്തിലെ ദൈവം അകത്തും പുറത്തുമുള്ളവരുടെ മറ കീറും. സ്വർഗം അതിന്റെ ആയുധം ചിലരെ ഫലമേൽപ്പിക്കട്ടെ. Thank you Jesus. Thank you Jesus. Thank you Jesus. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസത്തിൻ്റെ രാത്രിക്കായി സ്തോത്രം. ഇവിടെ വരെ എന്നെ എത്തിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ്, ഈ ആമുഖത്തിൽ പറയുന്നത് തന്നെ ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കും.
ഈ രാത്രി എന്നെ ഏൽപ്പിച്ച പ്രസംഗം ഇവിടെ പ്രസംഗിക്കുന്നത് മറ കീറാനാണെന്ന് അങ്ങയുടെ ആത്മാവ് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാനിനി ബാക്കിയുള്ള സമയം പ്രസംഗിക്കുന്നത് എൻ്റെ അപ്പ അങ്ങയുടെ ആത്മാവ് എഴുതിയിരിക്കുന്നത് പോലെ മറ കീറാനാണ്. ഇങ്ങനെ ഒരു സഭ ഉണ്ടെന്ന് പോലും ചിലരുടെ ദൃഷ്ടിപ്പെടാതെ സഭയെ മറകെട്ടിയിരിക്കുന്ന ചില ദുഷ്ടശക്തികളുടെ മറ ഈ കർത്തൃദാസന്മാർ പ്രവർത്തിക്കുന്ന പശ്ചിമ കൊച്ചിയുടെ വിവിധ മേഖലകളിൽ നിന്ന് ദൈവം കീറിക്കളയണം. ദൈവം അത് ചെയ്യുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവേ, സ്വർഗം അത് ചെയ്യാൻ പോകുന്നതിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ബാക്കി സമയം കർത്താവിൻ്റെ ആത്മാവ് എടുക്കണമേ, ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമുയർത്തി സന്തോഷത്തോടെ സ്തോത്രം കൂടി പറഞ്ഞാട്ടെ. നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ രാത്രി മറ കീറുന്ന രാത്രി ആയിരിക്കണം. 4 പോയിന്റ് കിട്ടിയോ 6 പോയിന്റ് കിട്ടിയോ എന്നുള്ളതല്ല. ചില മറ കീറി ഈ രാത്രി നമ്മളെ സ്വതന്ത്രരായി പുറത്തു കൊണ്ടുവരണം. മറയ്ക്കകത്തിന് ജീവിക്കരുത്. സത്യത്തിൻ്റെ പക്ഷത്ത് നമുക്ക് നിൽക്കാൻ ഇടയാകേണ്ടതിനായി അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ചൊരു ടീമായി നിൽക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ് ഈ രാത്രിയിലെ സന്ദേശത്തിന് ആധാരമായിരിക്കുന്ന വാക്യം വായിക്കാൻ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. 12-ാം അധ്യായം 6-7 വാക്യങ്ങൾ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ സ്തോത്രം ശബ്ദം ഉയർത്തി സഭയെ വായിച്ചു കേൾപ്പിക്കുക. 12-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചാട്ടെ. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ പത്രോസ് ഉറങ്ങുകയായിരുന്നു. അടുത്തത്, വാതിലിന്റെ മുൻപിൽ കാവൽക്കാർ കാരാഗൃഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. മതി മതി മതി. പരിചിതമായിരിക്കുന്ന വേദഭാഗമാണല്ലോ, നമുക്കറിയാവുന്ന വേദഭാഗമാണ്. ഞാൻ ഈ സന്ദേശത്തിനകത്തേക്ക് കിടക്കുകയാണ്. സശ്രദ്ധയോടെ വീക്ഷിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ ഗ്രന്ഥത്തിൽ 3 പ്രാവശ്യമാണ് അപ്പോസ്തലന്മാരെ രക്ഷിപ്പാൻ വേണ്ടി ദൈവം കാരാഗ്രഹം പൊളിച്ചത്. 3 പ്രാവശ്യമാണ് കാരാഗ്രഹം തുറന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ. തൻ്റെ ദാസന്മാരായിരിക്കുന്ന സുവിശേഷം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, സഭയുടെ പ്രതിനിധികൾ, സഭയുടെ നടത്തിപ്പുകാർ, അവരെ അന്നേ കാലത്ത് വിവിധ കാരാഗ്രഹങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ അടച്ചതിനെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ സമയത്തെല്ലാം അന്നത്തെ സമയത്ത് വ്യത്യസ്ത രീതിയിൽ ദൈവമായ കർത്താവ് അവരെ പൂട്ടിയിട്ടിരുന്ന കാരാഗ്രഹം പൊളിച്ച് തൻ്റെ ജനത്തെ, തൻ്റെ ദാസന്മാരെ പുറത്തു കൊണ്ടുവന്നു. 3 ഞാൻ ഒന്ന് കമ്പിവാചകം പോലെ പറഞ്ഞു വിടാം. കാരണം 3 എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലർ ഭയങ്കരമായിട്ട് തന്നെ രൂക്ഷമായിട്ട് നോക്കുന്നു. സ്തോത്രം. 2 നിങ്ങൾക്ക് അറിയാമെന്നറിയാം. 3 ഞാൻ പറയാം. 5:17 ആദ്യത്തത്. 5:17, 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, 17-18 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ മഹാപുരോഹിതനും സ്തോത്രം സാദൂക്യരുടെ മതക്കാരായ അവൻ്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ ആദ്യത്തെ കാരാഗ്രഹം പൊളിക്കുന്നത് 5:17-18 വാക്യങ്ങളിലാണ്. ഇത് യഹൂദ മതത്തിൻ്റെ മതകോടതിയുടെ കാരാഗ്രഹമാണ്. സെനദ്രിൻ സംഘം എന്ന് വിളിക്കപ്പെടും. സെനദ്രിൻ സംഘത്തിനന്ന് സ്തോത്രം മതത്തിൻ്റെ പിന്തുണയിലാണ് സ്തോത്രം യെരുശലേമിൽ, അല്ലെങ്കിൽ ഈ റോമൻ സർക്കാരിൻ്റെയാണ്, റോമൻ കൈസറാണ് ഭരിക്കുന്നതെങ്കിലും അന്നത്തെ ഇസ്രായേലിൻ്റെ പലസ്തീൻ്റെ ഭരണം, 3 സ്റ്റേറ്റുകളുടെ ഭരണം മതത്തിൻ്റെ പിന്തുണയിലാണ്. മഹാപുരോഹിതനും യഹൂദ മതത്തിൻ്റെ മേലാളന്മാരും അടങ്ങുന്ന 70 പേരടങ്ങുന്ന ഒരു സംഘം സെനദ്രിൻ സംഘം എന്ന് വിളിക്കപ്പെടും. അവരാണ് ന്യായപ്രമാണത്തിന് കീഴെയുള്ള ഒരാളെ സ്തോത്രം പൊതുകോടതി വിസ്തരിച്ച് വിധിച്ചാലും ആ വിധി നടപ്പാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സ്തോത്രം മഹാപുരോഹിതനാണ്. അദ്ദേഹമാണ് സെനദ്രിൻ സംഘം എന്നറിയപ്പെടുന്ന മതകോടതിയുടെ ജഡ്ജി. സ്തോത്രം. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ വിട്ടയക്കാൻ വേണ്ടിയിട്ടാണ് പീലാത്തോസ് വിധിച്ചതെന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് പത്രോസിൻ്റെ പ്രഭാഷണം നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. സഭയുടെ 1-ാമത്തെ പ്രസംഗം പത്രോസ് പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ ദൃക്സാക്ഷിയാണ് പത്രോസ്. സ്തോത്രം. നമ്മളൊക്കെ വായിച്ചതും കേട്ടതുമാണ്. പത്രോസ് അതിൻ്റെ ദൃക്സാക്ഷിയാണ്. ദൃക്സാക്ഷിയായിരിക്കുന്ന വിസ്താരവും സ്തോത്രം വിചാരണയും വിധി പറയുന്ന അന്നത്തെ ജഡ്ജിയായിരിക്കുന്ന ഗവർണർ പീലാത്തോസിൻ്റെ മുഖഭാവവും അദ്ദേഹം യേശുവിൻ്റെ അടുക്ക് പോയി ചോദിച്ച ചോദ്യങ്ങളൊക്കെ ദൂരവേ ദർശിക്കുന്നുണ്ട് പത്രോസ്. അവസാന വിധി ഇങ്ങനെയാണ് പറഞ്ഞത്. സ്തോത്രം. യേശുവിനെ വിട്ടയക്കാൻ വേണ്ടി വിധിച്ചു പീലാത്തോസ്. വിട്ടയക്കാൻ വേണ്ടി ഗവർണർ, അല്ലെങ്കിൽ അന്നത്തെ കോടതിയുടെ സുപ്രീം ജഡ്ജി വിധിച്ച പ്രതിയെ പിന്നെ ആരാണ് ക്രൂശിക്കാൻ വേണ്ടി വിധിച്ചത്?
അതറിയണമെങ്കിൽ സുവിശേഷങ്ങൾ 4 അവസാനത്തെ ഭാഗത്ത് യേശുക്രിസ്തുവിൻ്റെ വിചാരണയും വിസ്താരവും കഷ്ടാനുഭവത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളും നിങ്ങൾ 4 സുവിശേഷത്തെയും കൂടി ചേർത്ത് വെച്ച് വായിക്കണം. അങ്ങനെ വായിക്കുവാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ പറയുന്നത് പോലെ ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഗഹനമായിരിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത് പീലാത്തോസ് പലവട്ടം ചെന്ന് ചോദിച്ചു, നിന്നെ രക്ഷിപ്പാൻ എനിക്ക് അധികാരമുണ്ട്, നീ ഒന്ന് വാ തുറക്ക്, നീ പറ, സ്തോത്രം, നീ ആരാന്ന് പറ. യേശു മിണ്ടുന്നില്ല, സ്തോത്രം, മൗനമായിരിക്കുകയാണ്. ആ സമയത്ത് സ്തോത്രം പീലാത്തോസ് അവസാനം റോമൻ ചമ്മട്ടി കൊണ്ട് അടിച്ച് വിട്ടയക്കാൻ വേണ്ടി കൽപ്പിച്ചു. സ്തോത്രം, യേശുവിനെ രക്ഷിപ്പാൻ വേണ്ടി ഭാവിച്ച് കൽപ്പിച്ചു. യേശുവിനെ പീലാത്തോസിൻ്റെ പ്രിറ്റോറിയത്തിൻ്റെ അടിയിലത്തെ നിലയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കുനിച്ചു നിർത്തി വസ്ത്രം ഊരിയെടുത്തതിന് ശേഷം റോമൻ ചമ്മട്ടി കൊണ്ട് സ്തോത്രം കുതിരയുടെയോ ഒട്ടകത്തിൻ്റെയോ തോൽവാറുകൾ കൂട്ടി നമ്മുടെ പെൺകുട്ടികൾ മുടി പിന്നിയിട്ടിരിക്കുന്ന പോലെ പിന്നിപ്പിണച്ചിട്ടിട്ട് അതിൻ്റെ അറ്റത്ത് സ്തോത്രം ഈയക്കട്ടകളും ചൂണ്ടക്കൊളുത്തുകളൊക്കെ പിടിപ്പിച്ച് അത് ഒരു ബേസിനിലെ വിനാഗിരി കലക്കിയ വെള്ളത്തിനകത്തിട്ട് വെച്ചിരിക്കാൻ നല്ല വഴുവഴുപ്പ് കിട്ടാൻ വേണ്ടി. കുറ്റവാളിയായിരിക്കുന്ന പ്രതിയെ ചാട്ടവാറ കൊണ്ടും ചമ്മട്ടി കൊണ്ട് അടിക്കാൻ വേണ്ടി ശിക്ഷ വിധിച്ചാൽ ആ സ്തോത്രം നീറുന്ന ഉപ്പുനീര് പോലെ ഇരിക്കുന്ന വിനാഗിരി വെള്ളത്തിൽ കിടക്കുന്ന ചാട്ടവാറ കൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ചൂണ്ടക്കൊളുത്തുകളും അസ്ഥിക്കഷ്ണങ്ങളും ഈയക്കട്ടകളെല്ലാം പ്രതിയുടെ പുറത്തെ മാംസക്കഷ്ണത്തിൽ പോയി ആഞ്ഞു പതിക്കുമ്പോൾ അത് ഹുങ്കാരത്തോടുകൂടെ പടയാളി താഴേക്ക് വലിച്ചു കീറുമ്പോൾ സ്തോത്രം ഈ ചാട്ടവാറിൽ നിന്ന് പിഴിഞ്ഞൊഴിക്കുന്ന വെള്ളം പോലെ ഈ വിനാഗിരി വെള്ളം മുറിവിലേക്ക് ഒഴുകുമ്പോൾ പൊളയുന്ന നീറ്റലും പുകച്ചിലും വരും, അസ്ഥികൾ ബന്ധപ്പെടും. അത്ര ക്രൂരമായിരിക്കുന്ന ഒരു ശിക്ഷാ നടപടിയാണ് റോമൻ സർക്കാരിൻ്റെ ആവിധ ശിക്ഷാ നടപടികൾ. യേശുവിനെ സ്തോത്ര ചമ്മട്ടി കൊണ്ട് അടിച്ചു. പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഒഴിവുകാരൻ നിലം ഉഴുതു മറച്ചിട്ടിരിക്കുന്ന പോലെ അടിച്ച് തകർത്തു. സ്തോത്ര, അസ്ഥികൾ ബന്ധം വിട്ടു. അങ്ങനെ അസ്ഥികൾ ബന്ധം വിട്ടൊരു മനുഷ്യനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? വേദപുസ്തകം ഒരിക്കലും കള്ളം പറയില്ല. എന്നിട്ടും കർത്താവ് എഴുന്നേറ്റ് നിന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അസ്ഥി ബന്ധം വിട്ട യേശു പിന്നെയും ആ കുരിശു ചുമന്നെന്ന് പറയുന്നത് മനുഷ്യബുദ്ധിക്ക് നിരക്കുന്നതല്ല. ദൈവമായ കർത്താവ് അത് ചെയ്തതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. അങ്ങനെ ചുമന്നു. അങ്ങനെ യേശുക്രിസ്തുവിനെ സ്തോത്രം ആ വിട്ടയക്കാൻ വേണ്ടി ചമ്മട്ടി കൊണ്ട് അടിച്ച് വിട്ടയക്കാൻ വേണ്ടി വിധിക്കുക. യേശു മരിച്ചില്ലെന്ന് യഹൂദന്മാർക്ക് ബോധ്യപ്പെട്ടു. തിരിച്ചു കയറി വരുമ്പോൾ രക്തപുളകിതനായി തല മുതൽ പാദം വരെ ആപാദ ചൂടൻ രക്തം ഊറ്റി ഒഴിക്കപ്പെട്ടവനായി യേശുവിനെ 2 പടയാളികൾ കൊണ്ടുവന്ന് പീലാത്തോസിന്റെ പ്രിറ്റോറിയത്തിനകത്ത് ഗ്യാലറിയിരിക്കുന്ന മഹാപുരോഹിതന്മാരും പുരോഹിതനും കള്ളസാക്ഷികളും അടക്കമുള്ള പരീക്ഷ സംഘത്തിന് മുമ്പിൽ നിർത്തിയപ്പോൾ യേശു മരിച്ചിട്ടില്ലെന്നവർക്ക് മനസ്സിലായി. സ്തോത്രം, പെട്ടെന്ന് പീലാത്തോസ് എന്ന ഗവർണർ തൻ്റെ പരമാധികാരം കൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഉത്സവം തോറും ഒരു പ്രതിയെ വിട്ടയക്കിയ പതിവല്ലേ? യേശുവിനെ നിങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ചമ്മട്ടി കൊണ്ട് അടിച്ചിട്ടുണ്ട്, ഞാൻ യേശുവിനെ വിട്ടയക്കുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ അന്നത്തെ മഹാപുരോഹിതൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ മേശപ്പുറത്തിരിക്കുന്ന റോമൻ സർക്കാരിൻ്റെ നിയമസംഹിതക്കകത്ത് ഈ പ്രതി, യേശു എന്ന ഈ പ്രതി മരണശിക്ഷയ്ക്ക് വിധേയപ്പെടാൻ ഒരുപക്ഷെ നിയമം കാണില്ല. ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. മഹാദൈവം മോശയ്ക്ക് പർവ്വത മുകളിൽ വെച്ച് കല്ലിലെഴുതി കൊടുത്ത പ്രമാണമനുസരിച്ച് ഇവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയത് കൊണ്ട് യേശുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടുതരിക എന്ന് മഹാപുരോഹിതൻ എഴുന്നേറ്റ് പറഞ്ഞു. അതൊരു വിധി പറച്ചിലായിരുന്നു. ആ പറഞ്ഞ മാത്രയിൽ യേശുവിൻ്റെ മുഖത്തേക്ക് ദാരുണമായിട്ടൊന്ന് നോക്കിയിട്ട് പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് പ്രിറ്റോറിയത്തിൻ്റെ അടിയിലത്തെ നിലയിൽ തൻ്റെ ഓഫീസിലേക്ക് മടങ്ങിപ്പോയി. മഹാപുരോഹിതൻ്റെ വിധി കേട്ട് റോമൻ പട്ടാളവും ദൈവാലയത്തിലെ ചേകവരും കൂടി യേശുവിനെ കൈയേറ്റു. അവിടെ നിന്ന് ബൃഹത്തായ വിലാപയാത്ര ഗോൽഗോഥാ കുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത്, സെനിദ്രീം സംഘത്തിന് അധികാരമുണ്ട്. സെനിദ്രീം സംഘത്തിന് ജഡ്ജിയുണ്ട്, കോടതിയുണ്ട്, ജയിലുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ മതകോടതിയുടെ ജയിലിലാണ് അപ്പോസ്തലന്മാരെ പിടിച്ചിട്ടത്. അന്ന് രാത്രി, ആ ഭാഗം നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചെങ്കിൽ, അന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതനെ ദൈവം പറഞ്ഞയച്ച് ദൂതൻ വന്ന് കാരാഗ്രഹം തുറന്നു എന്നാണ് 5:18 വായിച്ചത്. ദൂതൻ വന്നു കാരാഗ്രഹം കരിന്താഴ് പൊട്ടിച്ച് സാക്ഷ്യം കുളത്തൊക്കെ എടുത്ത് ദൂതൻ ഈ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്ന് അപ്പോസ്തലന്മാരെ പുറത്തിറക്കി വിട്ടു. സ്തോത്രം. ദൂതൻ വന്ന് കാരാഗ്രഹം തുറന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. കാരാഗ്രഹം തുറന്നു, മതകോടതിയുടെ കാരാഗ്രഹം. അപ്പോസ്തല പ്രവൃത്തിയിൽ 2ാമത് കാരാഗ്രഹം തുറന്നത് നമ്മളിപ്പോൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലാണ്. ഈ കാരാഗ്രഹം ഹെരോദ രാജാവിൻ്റെ കാരാഗ്രഹമാണ്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാരാഗ്രഹം എന്ന് ക്രോഡീകരിച്ച് പറയാം. സ്തോത്രം. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാരാഗ്രഹം. സ്തോത്രം. ഹെരോദാവ് ആ സ്റ്റേറ്റിൻ്റെ രാജാവായിട്ട് ഭരിക്കുകയാണ്.
പത്രോസാണ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നത്. സഭ മാറി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് 12-ാം അധ്യായത്തിലും ദൈവം ദൂതനെ അയച്ചു. സൂക്ഷിച്ചു വായിച്ചാൽ കാണാൻ കഴിയുന്നത് ഇപ്രകാരമായിരിക്കും. ദൂതനെ അയച്ചെങ്കിലും ദൂതൻ കാരാഗ്രഹത്തിൻ്റെ സാക്ഷയിലും ഓടാമ്പലിലും താഴെയിലും തൊട്ടിട്ടില്ല. സ്തോത്രം. ദൂതനകത്ത് വന്നിട്ട് വിലാപ്പുറത്ത് തട്ടി സ്തോത്രം പത്രോസിനെ എഴുന്നേൽപ്പിച്ചു. പത്രോസിനെ ഉണർത്തിയ മാത്രയിൽ കയ്യിൽ നിന്ന് ചങ്ങല അഴിഞ്ഞു വീണു, കാലിലെ ആമം തകർന്നു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ചേർത്ത് വെച്ച് നമ്മുടെ നാടൻ ഭാഷയെ ചിന്തിച്ചാൽ, വസ്ത്രം ധരിച്ച് എൻ്റെ പിന്നാലെ വരാൻ വേണ്ടി പറഞ്ഞു. ദൈവം അയച്ച ദൂതൻ്റെ പുറകെ പത്രോസ് നടക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ചേർത്ത് വായിച്ചാൽ വിമർശന മനസ്സില്ലാത്തൊരു വായനക്കാരന് മനസ്സിലാകും, വാതിൽ ദൂതൻ തുറന്നില്ല, താഴ് ദൂതൻ പൊട്ടിച്ചില്ല. അവർ നടക്കുമ്പോൾ വാതിൽ തന്നെ തുറക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാനൊരു ദൂത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ കാര്യം പറഞ്ഞു വരുന്നത്, കേൾക്കണം. ഇവിടെ ദൈവം അയച്ചൊരു ദൂതൻ, ആ ദൂതൻ വന്ന് തട്ടി ഉണർത്തി. ദൂതൻ പറയുന്നത് കേട്ട് ദൂതന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ വാതിലുകൾ തന്നെ തുറക്കുകയാണ്. സ്തോത്രം. ഈ കൂട്ടത്തിൽ ആരോടൊക്കെയോ ദൂത് പറയുക, എന്താ നിനക്ക് വാതിൽ തുറക്കാത്തത്? നീ ഒറ്റയ്ക്ക് ശ്രമിച്ചു, നീ ആരും അറിയാതെ പലയിടത്തും പോയി, പലരെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു, നിന്റെ മുമ്പിൽ വാതിൽ തുറക്കുന്നില്ല. ഞാൻ പച്ചയ്ക്ക് ദൂത് പറയാം, സ്വർഗം നിനക്ക് വേണ്ടി അയച്ച ദൈവത്തിന്റെ ദൂതനുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഖയായിരിക്കില്ല. ഈ ഇരിക്കുന്ന കർത്തൃദാസന്മാരൊക്കെ ദൈവസഭയുടെ ദൂതന്മാരാ. അവരുടെ കയ്യിൽ കൊടുക്കുന്ന ദൂത് കേട്ട് അവരുടെ പിന്നാലെ ദൈവത്തിന്റെ വചനം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ സഭയിൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതന്റെ ദൂത് കേട്ട് അതിന്റെ പിന്നാലെ പോകുമ്പോൾ ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. അടഞ്ഞ വാതിലുകൾ ദൈവം തുറക്കും, ബന്ധനങ്ങൾ അറക്കും. ഇന്ന് രാത്രികാലം എത്ര ദൈവമക്കൾ ഞാൻ ഈ പറയുന്ന തിരിച്ചറിയുന്നുണ്ട്. ലോക്കൽ സഭ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ലോക്കൽ സഭയുടെ ശുശ്രൂഷകൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആഗോള വ്യാപകമായ യൂണിവേഴ്സൽ ചർച്ചാണ്. സ്വർഗത്തിലും ഭൂമിയിലുമായി വ്യാപരിച്ചു കിടക്കുന്ന ഒരു കൂട്ടമാണ് ദൈവത്തിന്റെ മണവാട്ടി സഭ. അപ്പോൾ തന്നെ അതിന് ലോക്കൽ ചർച്ചുണ്ട്. ലോക്കൽ ചർച്ചിലെ സ്വത്ര ഇടയൻ അല്ലെങ്കിൽ ദൂതൻ കണക്ക് പറയേണ്ടവനാണ്. ആത്മാക്കൾക്ക് വേണ്ടി അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കും ദൂത് കേട്ട് അതിന് ആമീൻ പറഞ്ഞാൽ, അത് വിശ്വസിച്ചാൽ, ഒരുപക്ഷെ നിങ്ങൾ ഈ പലരും സ്വത്രം കേട്ടിരിക്കുന്നത് പോലെ വലിയ പ്രഭാഷകരുടെ ചാതിരി ഒന്നും കാണില്ല. നിങ്ങൾക്ക് വേണ്ടി രാത്രികളിൽ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുടെ വാക്ക് കേട്ട് അവരുടെ പിന്നാലെ ഇറങ്ങി തിരിച്ചാൽ ഏത് ശക്തന്റെ വാതിലും ഏത് ദുഷ്ടനടച്ച വാതിലും തുറക്കുമെന്ന് പരിശുദ്ധാത്മ പ്രേരിതനായി ഞാൻ പറയുമ്പോൾ എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കും? ദൂതൻ വന്ന് വാതിൽ തുറന്നില്ല, രണ്ടാമത് അവന്റെ പിന്നാലെ നടന്നപ്പോൾ ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഒരു ദൂത് ഫലമേൽപ്പിച്ചു. എൻ്റെ മനസാക്ഷിക്കകത്ത് ആത്മാവ് ബോധ്യമാക്കി തരുന്നു, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ ഇവിടെ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ആരെങ്കിലും ഈ പറയാൻ പോകുന്ന ദൂതിൻ്റെ ഈ തരത്തിലെ ഉടമസ്ഥരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ നിങ്ങളൊരു കർത്തവ്യം നിർവഹിക്കണം, നിങ്ങളൊരു ശുശ്രൂഷ ചെയ്യണം. പറയാൻ പോകുന്ന കാര്യം ഇതാണ്: ആരോ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി, എവിടെയോ പോയി ആരും അറിയാതെ മുങ്ങിത്താണ് വന്നു, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്നിട്ട് ഒരു ഇടയനില്ലാത്ത ആട് പോലെ പിടികൊടുക്കാതെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മാർഗത്തെ പുച്ഛിച്ചിട്ട് അവർ പോകാതിരിക്കാൻ അവരോട് ഈ ദൂത് പറയണം. നിങ്ങളൊരു ഇടയന്റെ കൈക്കീഴെ വരണം, നിങ്ങളൊരു സഭയ്ക്കകത്ത് വരണം, നിങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച ദൂതന്റെ വാക്ക് കേൾക്കണം. അത് കേട്ടെങ്കിലേ നിന്റെ വാതിൽ തുറക്കത്തുള്ളൂ എന്ന് പറയാൻ ഇനി മടിക്കരുത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് പരിചയമുള്ള ആരൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ ദൈവം ഈ ദൂത് ഈ വണ്ണം വ്യാഖ്യാനിക്കില്ല. സ്തോത്ര, ഹല്ലേലൂയ. സ്നേഹത്തോടെ വിളിച്ചിട്ട് പറയണം, ദൈവം എന്നോട് പറഞ്ഞൊരു ദൂതാണിതെന്ന് പറഞ്ഞിട്ട് പറയണം. സ്തോത്ര, ഹല്ലേലൂയ. നീ ഇങ്ങനെ സ്തോത്രം ഓൺലൈനിലെ കൂട്ടായ്മയും കൂടി ടി വിയിലെ ആരാധനയും കൂടി ഇരുന്നാൽ നിന്റെ മുമ്പിൽ വാതിൽ തുറക്കുകയില്ല. സ്തോത്ര, ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ വാതിൽ തുറക്കുകയില്ല. നിനക്ക് വേണ്ടി ദൈവം ഒരു ദൂതനെ അയക്കും. നീ അത് കേട്ടവൻ വിലാപ്പുറത്ത് വന്ന് തട്ടുമ്പോൾ എഴുന്നേറ്റ് അവൻ്റെ പിന്നാലെ ചെന്നാൽ നിന്റെ മുമ്പിൽ കൈ തൊടാതെ വാതിൽ തുറക്കുമെന്ന് ഒരു ദൂത് പറഞ്ഞാൽ അവരും കൂടി അങ്ങ് രക്ഷപ്പെട്ടു പോക്കോളും. ഹല്ലേലൂയ. ഈ കൊല്ലം കൺവെൻഷൻ നടത്തിയതിന്റെ പേരിൽ ചിലർ ഒരു പക്ഷെ ഇവിടെ വന്നില്ലെങ്കിലും ഇന്ന് രാത്രി ദൂത് നിങ്ങൾ കൈമാറാൻ തയ്യാറായാൽ അവരെ ചിലപ്പോ നിങ്ങളുടെ സഭയിലേക്ക് ദൈവം കയറ്റും. ഇത് ഏറ്റെടുത്തിട്ട് അന്വേഷിച്ച് കണ്ടെത്തി ഈ ആലോചന കൈമാറിയാൽ
ദൈവം അത് ചെയ്യാതിരിക്കില്ല. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണെന്ന് ഞാൻ ആത്മാവിൽ പറയുമ്പോൾ കരമുയർത്തി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? അപ്പൊ രണ്ടാമത്തെ കാരാഗ്രഹം ഹെരോദ രാജാവിൻ്റെ കാരാഗ്രഹം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാരാഗ്രഹം. അതിനകത്ത് കർത്തൃദാസൻ കടന്നപ്പോൾ ദൈവം ദൂതനെ അയച്ചു. പക്ഷേ ദൂതൻ താഴെ പൊട്ടിക്കാനും വാതിൽ തുറക്കാനൊന്നും ഇടപെടേണ്ടി വന്നില്ല. ഇവരൊന്നിച്ച് നടന്നപ്പോൾ കാരാഗ്രഹം തന്നെ തുറന്നു. പട്ടണത്തിൻ്റെ പ്രധാന വാതിൽ തന്നെ തുറന്നു. അടുത്ത കാരാഗ്രഹം അപ്പോസ്തല പ്രവൃത്തിയിലെ മൂന്നാമത്തെ കാരാഗ്രഹം നിങ്ങൾക്കറിയാം, 16-ാം അധ്യായത്തിലാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാരാഗ്രഹമാണ്, റോമൻ കാരാഗ്രഹം. റോമിലല്ല കാരാഗ്രഹം മാഴ്സഡോണിയയിലെന്നറിയാം. റോമൻ ഭരണം അന്ന് നടന്നുകൊണ്ടിരുന്നത് കോളനി പ്രദേശങ്ങളെ കൈയടക്കിക്കൊണ്ട് ആ നിലവാരത്തിലാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ അടക്കം ഭരിച്ചു പോകുന്നത് പോലെ സ്തോത്രം റോമൻ ചക്രവർത്തി വിവിധ സ്ഥലങ്ങളിൽ കോളനികളെ വളഞ്ഞു വെച്ച് അവിടെ റോമക്കാരെ അടക്കമുള്ള ആളുകളെയും പട്ടാള ഭരണം നടപ്പാക്കിയാണ്. അങ്ങനെ മാഴ്സഡോണിയയിൽ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം സ്തോത്രം പൗലോസ് സുവിശേഷ വേലയ്ക്കായി ചെന്നപ്പോൾ ചിലരുടെ ലാഭം പോയി എന്ന് കണ്ട് അവർ പിടിച്ച് അങ്ങനെ മൃഗീയമായി പീഡിപ്പിച്ച അനന്തരം കോടതിക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ കോടതി ജാമ്യമില്ലാ വകുപ്പുകൾ ചാർത്തി 16-ാം അധ്യായത്തിനകത്ത് റോമൻ കാരാഗ്രഹത്തിനകത്ത് പൗലോസിനെ അടക്കുകയാണ്. പൗലോസിനെ ശീലാസനി അന്ന് രാത്രി വിവിധ വകുപ്പുകൾ ചാർത്തി ശരീരമെല്ലാം അടിച്ചു കീറി പൊട്ടിച്ച് വസ്ത്രം ഉരിഞ്ഞെടുത്ത് അപമാനിച്ച് നാണം കെടുത്തി വെച്ചിരിക്കുക. സ്തോത്രം രാത്രിയായി. കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന ക്രൂരന്മാരായിരിക്കുന്ന ജയിൽപ്പുള്ളികളെല്ലാം ഇവരെ ശ്രദ്ധിച്ചു. മുഖത്ത് നോക്കിയിട്ട് കള്ളലക്ഷണമില്ല, പക്ഷേ ഇവരാകപ്പാടെ തകർന്നിരിക്കുന്നു. സ്തോത്രം ഇത് കണ്ട് നോക്കുക. രാത്രിയായപ്പോഴത്തേക്ക് അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്തോത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞു. എല്ലാവരും അർദ്ധരാത്രിയായപ്പോൾ ഉറങ്ങേണ്ട സമയമായപ്പോൾ ഇവർ സ്തോത്രം പ്രാർത്ഥിച്ച് ഒന്ന് പാടി പ്രാർത്ഥിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അവർ പാടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നു, ഇവിടെ ദൈവം ദൂതനെ അയച്ചില്ല. 5-ാം അധ്യായത്തിൽ ദൂതനെ അയച്ച ദൈവം, 12-ാം അധ്യായത്തിൽ ദൂതനെ അയച്ച ദൈവം, 16-ാം അധ്യായത്തിൽ ദൂതനെ അയച്ചില്ല. ഈ ഭാഗം ഇങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് ദൈവത്തോട് അല്പമായ പ്രയാസം തോന്നി. സ്തോത്രം എന്തുകൊണ്ടെന്നാൽ പൗലോസിനോട് ചില മാനസികമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം. പത്രോസിന് വേണ്ടിയും പത്രോസിന് യോഹന്നാനും വേണ്ടിയൊക്കെ ദൂതനെ അയച്ചപ്പോൾ അതുപോലത്തെ ഒരു ദൈവദാസനല്ല ഇങ്ങേർക്ക് വേണ്ടി ദൂതനെ അയക്കണ്ടേ? സ്തോത്രം അതിന് ദൈവം മറുപടി പറഞ്ഞത്, പ്രാർത്ഥനാ മുറിയിൽ മറുപടി പറഞ്ഞതിനോട് പറയാം, കേട്ടോളണേ. സ്തോത്രം ദൈവത്തിന് ഒരു കോൺഫിഡൻ്റ് ഉണ്ടായി. ഇപ്പോൾ എന്താണെന്നറിയാമോ, 12-ലും 16-ലും ഒക്കെ സഭ പതുക്കെ പൈനിയർ സ്റ്റേജിൽ നിന്ന് യൗവനത്തിലേക്ക് കയറി വരുന്നുള്ളൂ. പ്രാർത്ഥന എന്താ, കൃപാവരം എന്താ, കൃപ എന്താന്നൊക്കെ അറിഞ്ഞു വരുന്നുള്ളൂ. ആ സമയത്തൊരു പ്രതിസന്ധി നേരിട്ടാൽ ഒരു പക്ഷേ സഭയ്ക്ക് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, പ്രാർത്ഥിച്ച പ്രശ്നങ്ങളുടെ പരിഹാരം വരുത്താനുള്ള കരുത്ത് ഒരു പക്ഷേ അന്നുണ്ടോ സഭയ്ക്ക്? അങ്ങനെ പൈനെന്നൊക്കെ പറയുമ്പോൾ ബാല്യം കൗമാരം എന്ന് പറഞ്ഞൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ഭാഷ പറയുക. എന്നാൽ 16-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ പോലത്തെ ആളുകളൊക്കെ സഭയുടെ സാരഥ്യം വഹിക്കാൻ വന്നപ്പോൾ ദൈവത്തിന് ഉറപ്പുണ്ടായി, ദൂതനെ വിട്ടില്ലെങ്കിലും ഇവർ പ്രാർത്ഥിച്ച് കാരാഗ്രഹം പൊട്ടിച്ചോളും. എത്ര പേർ ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട്? നമുക്കൊരു ആത്മീക വളർച്ച എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ചില ആളുകൾ എല്ലാ ആഴ്ചയിലും പാസ്റ്റർ സഭയിൽ വന്നില്ലെങ്കിൽ വീട്ടിൽ വന്നില്ലെങ്കിൽ അങ്ങ് സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് ഉറപ്പ് കൊടുക്കണം. ഒരു കൊല്ലമൊക്കെ കർത്തൃദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്നില്ലെങ്കിലും ഞങ്ങളാരും ദൈവകൃപയെന്ന് പോകില്ല. സ്തോത്രം ഹല്ലേലൂയ. ഞങ്ങൾ ദൈവമായ കർത്താവേ, ഒരു ബേബി സിറ്റിംഗ് സ്റ്റേജ് അല്ല എല്ലാ കാലത്തും. ദൈവം നമ്മുടെ ആത്മീകത്തിൻ്റെ അളവ് പരിശോധിക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ ദൂതനെ അയക്കണമായിരുന്നു. ഇന്ന് സഭ കരുത്താർജിച്ചു, ഇന്ന് അഭിഷിക്തന്മാർ ബലപ്പെട്ടു. അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൂതൻ വന്നില്ലെങ്കിലും കാരാഗ്രഹം പൊട്ടുമെന്ന സ്ഥിതിയായി. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, നിന്റെ സഭയുടെ കപ്പാസിറ്റി എങ്ങനെയുണ്ട്? നിന്റെ ശുശ്രൂഷയുടെ ബലം എങ്ങനെയുണ്ട്? സ്തോത്രം ഹല്ലേലൂയ. കൊല്ലം 30 ഇപ്പോഴും ഒരു വിഷയമുണ്ടായാൽ സ്തോത്രം ഹല്ലേലൂയ, പുറത്തുനിന്ന് ഒരാൾ വന്നെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും നടക്കുകയുള്ളൂ. അതെയോ സഭ കരുത്താർജിച്ചോ? ദൈവത്തിന്റെ സഭ, നീ ആരാധിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന ദൈവത്തിന്റെ സഭ, അതിനകത്ത് നീ ആരും വന്നില്ലെങ്കിലും സഭയെ ആരെങ്കിലും സ്തോത്ര വാക്കുപയോഗിക്കാൻ അറിയില്ല. ഞാൻ ഇവിടെ ഈ പ്രഭാഷണത്തിന് ചാതുര്യത്തിന് ചേർത്ത് വെച്ച് പറയുക, നിന്റെ
നിന്റെ സഭയെ, നിന്റെ കൂട്ടായ്മയെ, നിന്റെ ശുശ്രൂഷയെ, നിന്റെ കുടുംബത്തിലുള്ളവരെ ആരെങ്കിലും ഇതുപോലെ പൂട്ടിയെന്ന് കേട്ടാൽ നെഞ്ചുതിരിമി നടക്കുകയല്ല, പാവിരിച്ചു പ്രാർത്ഥിച്ചാൽ ആരും വന്നില്ലെങ്കിലും ഞങ്ങളുടെ ആരാധനയിൽ തടങ്ങൾ പാറകൾ പൊളിയുമെന്ന്, കൽഭിത്തികൾ ഇടിയുമെന്ന്, അടഞ്ഞ വാതിലുകൾ തകരുമെന്ന് എത്ര ദൈവമക്കൾക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും? അങ്ങനെ ഉറപ്പുള്ള ദൈവമക്കൾ കരമടിച്ചോ, കരമുയർത്തിയോ, ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. എല്ലാ കാലത്തും ആരെങ്കിലും പ്രാർത്ഥിച്ചെങ്കിലേ കാര്യം നടക്കുള്ളൂ എന്നല്ല. കാലം മാറുകയാ. 1-2 കൊല്ലങ്ങൾ നിന്നെ വീട്ടിലിരുത്തി പ്രാർത്ഥിപ്പിച്ചത് ഇനി ആരെ കൂടി കണ്ടില്ലെങ്കിലും നീയും നിന്റെ പിള്ളേരും കൂടി പ്രാർത്ഥിച്ചാൽ കോട്ട പൊളിയണം, ആ ബന്ധനം പൊളിയണം. എത്ര പേർക്ക് ആ ദൂത് ഏറ്റെടുക്കാൻ പറ്റും? സ്വത്രം പലരെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അടിയാത്തത്, പലരെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പൊട്ടാത്തത്, നീ പ്രാർത്ഥിച്ചാൽ പൊട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് എന്റെ ദൈവം നിന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന വിവരം ഇന്ന് രാത്രി അറിയാതെ പോകരുത്. ശക്തിയോടെ ഏറ്റെടുക്ക്. സഭകൾ ഉണരട്ടെ, സഭകൾ ജയം പ്രാപിക്കട്ടെ. ആരൊക്കെ നിന്റെ കുടുംബത്തിനെതിരെ ഏതൊക്കെ വിധത്തിലെ തേർവാഴ്ചകൾ അടിച്ചുവിട്ടാലും അതിനെ പ്രാർത്ഥനാ മുറിയിൽ വെച്ച് ആളുകൾ നോക്കി നിൽക്കുമ്പോ ചങ്ങലകൾ അടിയുന്ന, ബന്ധനങ്ങൾ പൊട്ടുന്ന, കോട്ടകൾ തകരുന്ന ഒരു ഭയങ്കര ദൈവകൃപയുടെ വ്യാപാരം ഞാനിത് പ്രസംഗിക്കുന്നത് ഈ കൊച്ചിയിലെ സഭകൾക്ക് വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ സഭകൾക്ക് കൈമാറുകയാ. സഭ കരുത്താർജിക്കട്ടെ, സഭകൾ കരുത്താർജിക്കട്ടെ. സ്തോത്രം ചെയ്ത് സ്തുതിച്ചോണ്ട് പറ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ചിലത് സംഭവിക്കണോ. ശുശ്രൂഷകന്മാർ ഒന്നിച്ച് ദൈവാത്മാവിൽ പറ, ഞങ്ങളുടെ സഭകൾക്കകത്ത് ഞങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ ജനത്തിന്റെ ആമം തകരണം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങളോട് പറയാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഈ ഭാഗത്തു നിന്ന് പ്രധാനമായും പറഞ്ഞിരിക്കുന്ന 1-2 ദൂതുകൾ പറയാതെ എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ പേര് ഞാൻ വിശദീകരണവും ആരാധനയൊക്കെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറയാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പ്രത്യേകം പ്രേരിപ്പിച്ചിരിക്കുന്ന വാക്കുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുപോകാം. നമ്മൾ വായിച്ച വാക്ക് 6-7 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നമ്മൾ കണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ഹെരോദാവ് പത്രോസിനെ ജനത്തിന്റെ മുമ്പാകെ നിർത്താൻ ഭാവിച്ചതിന്റെ തലേ രാത്രി മതി. സ്തോത്രം. നോക്കി, ഹെരോദാവ് പദങ്ങൾ സൂക്ഷിച്ച് വായിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ദൂത് കടഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. വാക്യം ഇങ്ങനെയാണ്: കാരാഗൃഹത്തിൽ ആമത്തിലിട്ടിരിക്കുകയാണ്, കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി. 2 പട്ടാളക്കാർ ഇടത്തും വലത്തും. കാരാഗ്രഹത്തിനകത്ത് പത്രോസിന്റെ കൂടെയുണ്ട്. 2 പടയാളികളുടെ നടുവിലാണ് അവൻ ഉറങ്ങുന്നത്, അല്ലേ? അങ്ങനെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. 2 പടയാളികളുടെ നടുവിൽ പത്രോസ് 2 ചങ്ങല ബന്ധിക്കപ്പെട്ടവർ 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ കാരാഗ്രഹത്തിനകത്ത് ഇടത്തും വലത്തും 2 പടയാളികൾ. ചരിത്ര പുസ്തകങ്ങൾ അല്ലെങ്കിൽ വ്യാഖ്യാന പുസ്തകങ്ങൾ പറയുന്നു, ഒരു പടയാളിയുടെ കയ്യിലേക്ക് പത്രോസിൻ്റെ വലം കൈയും ഇപ്പുറത്തെ പടയാളിയുടെ കയ്യിലേക്ക് പത്രോസിൻ്റെ ഇടം കൈയും ചേർത്ത് വിലങ്ങ് വെച്ചിരിക്കുക. സ്തോത്രം. ക്രൂരരായ കുറ്റവാളികളെ 1-ലധികം പ്രതികളുണ്ടെങ്കിൽ അങ്ങനെ സാധാരണ ചെയ്യാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെയാണെന്ന് തോന്നുന്നു ടി വിയിലോ പത്രത്തിലോ കണ്ടു, തിരുവല്ലയ്ക്കടുത്ത് നടന്ന രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതികളെ പിടിച്ചപ്പോൾ ശ്രദ്ധിച്ചു, 2 പേരുടെയും കൊണ്ട് കൈ, ഒരുത്തൻ്റെ കൈ മറ്റവൻ്റെ കയ്യിലേക്ക് ചേർത്ത് വിലങ്ങ് വെച്ചിരിക്കുന്നത്. എന്നതുപോലെ പട്ടാളക്കാരൻ്റെ കയ്യിലേക്ക് വലത്തെ കൈയും ഇപ്പുറത്ത് പട്ടാളക്കാരൻ്റെ കയ്യിലേക്ക് ഇടത്തെ കൈയും വെച്ചിരിക്കുക. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ വാസ്തവത്തിൽ, സ്തോത്രം ഹല്ലേലൂയ, ദൈവത്തോടും ചോദിച്ചു, ഈ പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ ഈ കാരാഗ്രഹത്തിനെ നടത്തിപ്പാനാണ് ചോദിച്ചു, പത്രോസിനെ ഇത്ര ശക്തമായൊരു ബന്ധവസ്ഥയിലിടത്തക്ക രീതിയിൽ ക്രിമിനലാണോ അദ്ദേഹം? ബാങ്ക് കുത്തിപ്പൊളിച്ചവനോ ബോംബ് വെച്ചവനോ വല്ലതും ആണോ? നിങ്ങൾ കണ്ടോ? സ്തോത്രം. ഇത്ര പട്ടാളക്കാരൻ്റെ കൈയോട് ചേർത്ത് ബന്ധിക്കത്തക്ക രീതിയിൽ അത്ര വലിയൊരു കുറ്റവാളിയാണോ അദ്ദേഹം? സ്തോത്രം. അത്രയും വലിയ കുറ്റം ചെയ്തില്ല, പിന്നെ എന്താ അങ്ങനെ ചെയ്തത്? എനിക്ക് തോന്നുന്ന കാര്യം പറയാം. പത്രോസിനെ കണ്ടപ്പോഴേ പിശാചിന് ഇവർക്ക് മനസ്സിലായി, ഇവനെ മിക്കവാറും ഇറക്കിക്കൊണ്ടു പോകാൻ ആൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ കണ്ടാൽ തന്നെ സാത്താൻ നമ്മളെ, സ്തോത്രം ഹല്ലേലൂയ, ഈ ആനയുടെ കയ്യിലേക്ക് പാപ്പാൻ കൊണ്ടുവന്നൊരു വടി ചാടും. ഈ വിരലിൻ്റെ വണ്ണമാണ്. വടി ചാരിയിട്ട് പുള്ളി പോയി കഴിഞ്ഞാൽ ആന ആ ഒരൊറ്റ വടിക്കകത്ത് ബന്ധിക്കപ്പെട്ടു. സ്തോത്രം. പിന്നെ ആന ചലിക്കുകയില്ല. എന്നാ വലിയ ആനയെന്നറിയാമോ?
സ്തോത്രം. ആനയുടെ സൈക്കോളജി അറിയാവുന്ന പാപ്പാൻ ഒരു കമ്പ് കൊണ്ട് ചാരി വെച്ചാൽ ആന ഒരു ദിവസം മുഴുവൻ അവിടെ നിന്ന് അനങ്ങിയല്ല, അവിടെ നിൽക്കും. അങ്ങനെയാണ് നമ്മൾ പല ബന്ധുക്കോസുകാരും. സ്തോത്രം. ആരെങ്കിലും വന്നിട്ട് ബന്ധനമുണ്ടെന്ന് പറഞ്ഞാൽ മതി, നമ്മുടെ കാറ്റുപോയി. സ്തോത്രം. മനസ്സിലായോ? ഇന്ന് ആരെങ്കിലും അങ്ങനെ വടിചാരി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പൊട്ടണം. അത് ആ മറയെല്ലാം കീറണം. നിന്റെ കഴിവറിയണം, നിന്റെ കരുത്തറിയണം. പത്രോസിനെ കണ്ടപാടെ മനസ്സിലായി ഇവൻ ആള് കുറ്റക്കാരൻ, അല്ലെങ്കിൽ ഇവനെ കൊണ്ടുപോകാൻ ചിലപ്പോൾ ഒക്കെ നമ്മുടെ ഇവിടെയൊന്നും പ്രശ്നം കാണില്ല, വടക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു. സ്തോത്രം. അവിടെ ഏതെങ്കിലും പ്രത്യേക പാർട്ടികളുടെ ആളുകൾക്ക് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ വന്ന് ലോക്കപ്പിൽ നിന്ന് അവരെ കൊണ്ടുപോകുന്ന കേട്ടിരിക്കുന്നത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. എന്നതുപോലെ പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി സൂക്ഷിച്ച് പൂട്ടിയിട്ടില്ലെങ്കിൽ ഇവനെ കൊണ്ടുപോകാൻ ആൾ വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മളെ കണ്ടാൽ സാത്താന് മനസ്സിലാകണം ഇവൻ നിസാരനല്ല. പ്രാർത്ഥന കേട്ടാൽ, ആരാധന കണ്ടാൽ, വചന ശുശ്രൂഷ കേട്ടാൽ, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ ദൈവത്തെ സ്തുതിക്കുന്ന എരിവ് കണ്ടാൽ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി കണ്ടാൽ അന്ധകാര ശക്തിക്ക് മനസ്സിലാകണം നിന്നെ ഒറ്റ ചങ്ങല കൊണ്ട് പൂട്ടിയാലൊന്നും നിൽക്കുകയില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് 2 പട്ടാളക്കാരുടെ കയ്യിലേക്ക് ചേർത്ത് ബന്ധിച്ചത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വടിചാരിയാൽ ബന്ധിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് നിന്നെ 4 ചങ്ങലയിട്ട് പൂട്ടിയാൽ നിന്നെ പൂട്ടാൻ കഴിയത്തില്ല എന്ന് തെളിയിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ലെവലിലേക്ക്, ഒരു ആത്മീകത്തിന്റെ ലെവലിലേക്ക് ഇന്ന് രാത്രി ദൈവസഭയെ നയിക്കാൻ ദൈവത്തിന് ഇഷ്ടമുണ്ടെന്ന് സ്വർഗത്തിലെ ആത്മാവ് നിങ്ങളോട് പറയാൻ എന്നെ പ്രേരിപ്പിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹെരോദാവ് രാത്രി ഒരു ഭാവന കാണുകയാണ്. ഭാവന എന്ന് എഴുതിയിരിക്കുന്നത്. ഭാവന, ഇമാജിനേഷൻ. എന്താ ഭാവന? 6-ാം വാക്യത്തിൽ വായിച്ചത് എന്താ ഭാവന? പത്രോസിനെ ജനത്തിൻ്റെ മുമ്പാകെ നിർത്താൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രി ഭാവിച്ചു. ഭാവന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം ഒരു രാജാവാണ്. രാജാവിനൊരു സർക്കാർ കാണും. പകല് പാർലമെൻറ്റ് മീറ്റിംഗ് പോലെ അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനം പോലെ MP-മാരെ MLA-മാരെ കൂടിയിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിക്കും. അങ്ങനെ ആലോചനയിൽ വെക്കുകയാണെങ്കിൽ അത് ഭാവനയല്ല, അതെല്ലാവരും കൂടി ചർച്ച ചെയ്യപ്പെട്ടു. നമ്മുടെ സഭയുടെ ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം കമ്മിറ്റി വിളിക്കുക, അല്ലെങ്കിൽ ജനറൽ ബോഡി വിളിച്ചാൽ ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് പറയുന്ന കാര്യം ഭാവനയല്ല, അത് സ്തോത്രം ഡിക്ലെയർ ചെയ്യപ്പെട്ടു. എന്നാൽ ഭാവന എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യ പോലും അറിയുന്നില്ല. മനസ്സിനകത്ത് കരിക്കൂട്ടുകയാണ്. ഇവനെ നാളെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തണം. സ്തോത്രം. ഹല്ലേലൂയ. ജനത്തിൻ്റെ മുമ്പാകെ നിർത്താൻ ഭാവിച്ചു. ഇതാരും പുറത്തറിയുന്നില്ല. രാത്രി, സ്തോത്രം, തലേ രാത്രി എന്നെഴുതിയിരിക്കുന്നത്. പത്രോസിനെ ജനത്തിൻ്റെ മുമ്പാകെ നിർത്താൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രി, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്ന 6-ാം വാക്യത്തിൽ. സ്തോത്രം. തലേ രാത്രി, രാത്രിയാണ്. പള്ളിമെത്തയിൽ അദ്ദേഹം ഉറങ്ങാൻ പോയപ്പോഴായിരിക്കാം. ഒരുപക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ എല്ലാം കഴിഞ്ഞ്, സ്തോത്രം, എല്ലാവരും ഒഫീഷ്യലായിരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യേണ്ടവരെ വിസിറ്റ് ചെയ്ത് കാണേണ്ടവരെ കാണുന്നതിന് ശേഷം അദ്ദേഹം ഉറക്കം വരാതെ കാലും ആട്ടിക്കൊണ്ട് തൻ്റെ പള്ളിമെത്തയിൽ കിടക്കുമ്പോൾ ഭാവന കാണുകയാണ്. എന്താ ഭാവന കാണണേ? നാളെ അപ്പോസ്തോലനെ, യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാരിൽ ഒന്നാമനായിരിക്കുന്നവനെ നാളെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തണം. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുന്നേ? ഉപദേശിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നല്ലൊരു കറുത്ത പാൻറ്റും മേടിച്ചു കൊടുത്ത്, ആരോടൊരു ഷർട്ടും മേടിച്ചു കൊടുത്ത് സ്പ്രേ അടിച്ചാണ് നിർത്താൻ പോകുന്നത്. സ്തോത്രം. അങ്ങനെയായിരിക്കും നിർത്താൻ പോകുന്നത്? ഒരിക്കലും അല്ല. നിങ്ങൾക്ക് സ്തോത്രം ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ നാളെ നിർത്താൻ പോകുന്നത് ഉള്ള വസ്ത്രം അഴിച്ചെടുത്ത് ജയിൽ വസ്ത്രം ധരിച്ച് മറ്റുള്ളവരുടെ നടുവിൽ അപഹാസ്യനും പരിഹാസ്യനുമായി കുറ്റവാളിയെപ്പോലെ നിർത്താനാണ് ഭാവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ നിർത്തി ശുശ്രൂഷ ബാക്കി കിടക്കുന്ന ഈ മനുഷ്യനെ ആയുസ്സിൻ്റെ മധ്യത്തിൽ നാട്ടുകാരുടെ നടുവിൽ പാവ കളിക്കുന്നവനെ പോലെ പണ്ട് ശിംശോനെ കൊണ്ട് നിർത്തിയതുപോലെ കൃപ പ്രാപിച്ച, പരിശുദ്ധാത്മാവിൽ നിറവ് പ്രാപിച്ച, സഭയുടെ 1-ാമത്തെ പ്രസംഗം പ്രസംഗിച്ച ഭാവിയുള്ള എൻ്റെ കുഞ്ഞാടുകളെ നോക്കണമെന്നും പറഞ്ഞ് യേശു തിരിച്ചു പിടിച്ച് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ഈ ദൈവദാസനെ ആളുകളുടെ മുമ്പിൽ, സ്തോത്രം, ഒരപകാശനും പരിഹാസ്യനും കുറ്റവാളിയുമായി നിർത്താൻ അറിയാത്ത മണ്ഡലങ്ങളിൽ ഭാവന കാണുമ്പോൾ, സ്തോത്രം, ചങ്കിലെ ചോര തന്ന ദൈവം ഉറങ്ങുകയല്ല. സ്തോത്രം. പള്ളിമേടക്കകത്ത് പള്ളിമെത്തയിൽ അധികാരമുള്ളവൻ ഭാവന കണ്ടത് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം പിടിച്ചെടുത്തു.
ഇന്ന് രാത്രി ദൂതിന്റെ പ്രസക്തമായ ഭാഗത്തേക്ക് വരികയാ. സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി വന്നവരോട് പറയുന്നു, നിനക്കെതിരെ ചില സ്ഥലങ്ങളിൽ നടക്കുന്ന ഭാവനകളെ പോലും എന്റെ ദൈവം ഈ രാത്രി അറസ്റ്റ് ചെയ്ത് മാറ്റുകയാ. എത്ര ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട്? നിന്നെ ഇല്ലാതാക്കാൻ, നിന്നെ ഒതുക്കിക്കളയാൻ, നിന്നെ നിന്ദിക്കാൻ, നിന്റെ സമ്പത്തിൽ ഒരു നല്ല പങ്ക് ആശുപത്രി ചെലവാക്കാൻ, കേസ് പറഞ്ഞ് വക്കീലിന് കൊടുക്കാൻ ചിലടത്ത് കരുക്കൾ നീക്കുമ്പോൾ ഈ രാത്രി അധികാരമുള്ള ദൈവമക്കൾ, ആത്മാവിൽ ബലമുള്ള ദൈവമക്കൾ, കരുത്താർജിച്ചവർ യേശുവിന്റെ നാമത്തിൽ കൊടഞ്ഞു കളഞ്ഞിട്ട് പറ, സാത്താന്റെ തന്ത്രങ്ങളും ദുഷ്ടന്റെ ഒരുവിധ ജടില ചിന്താഗതികളും ഭാവനകളും എന്റെ കുഞ്ഞിൽ നടമാടില്ല. പഠിക്കാൻ പോയിരിക്കുന്ന തലമുറയിൽ ദുഷ്ടൻ കാണുന്ന ഭാവനകളെ ഈ രാത്രി ആരാധിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് പറന്നു പോണം യേശുവിന്റെ നാമത്തിൽ. അമ്മയെ വിട്ട് അപ്പനെ വിട്ട് പവിത്രമായ ജീവിതത്തോടെ ദൈവത്തിന്റെ കൃപയിൽ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയിരിക്കുന്നവരെ, നാട് വിട്ട് പഠിക്കാൻ പോയിരിക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ കരങ്ങളിൽ ഏൽപ്പിച്ച് രക്തം കൊണ്ട് മുദ്ര വെച്ച് പ്രാർത്ഥിച്ചോ. ദുഷ്ടൻ ഭാവന കാണും ഇന്ന് രാത്രി സാഫല്യമാക്കി കൊടുക്കാത്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മൾ അപ്പ പിതാവേ എന്ന് വിളിച്ച് ആരാധിക്കുന്നത്. ആ ദൈവത്തിന്റെ കൃപയെ ഇന്ന് രാത്രി അടുത്തറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ സ്തുതിക്കണം. ഓ ജീസസ്, ഈ രാത്രിയിലെ കണ്ണായ കാര്യം ഞാൻ പറയുന്നു. ഈ യോഗം വിളിച്ചുകൂട്ടി രണ്ടാം രാത്രി സ്വർഗം എന്നെ ഇവിടെ വിട്ട ശത്രുവിന്റെ ചില ഭാവന പൊളിക്കണം. സഭയ്ക്കെതിരെ, ആരാധനക്കെതിരെ അജണ്ടകൾ തയ്യാറാക്കി സഭായോഗങ്ങളെ ബന്ധിക്കാൻ ദുഷ്ടനായ പിശാച് കാണിക്കുന്ന സകല ഭാവനകളും ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ഭാരത സഭയുടെ മീതെ, കേരളത്തിലെ സഭകൾക്ക് മീതെ, കൊച്ചിയിലെ സഭകൾക്ക് മീതെ ദുഷ്ടന്റെ ഭാവനകൾ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആരും അറിയാതെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ ഈ അധികാരി ഭാവന കാണുകയാണ്. പാവപ്പെട്ട ഒരു ദൈവദാസന്റെ ജീവിതത്തെ ഞാണന്മേൽ തൂക്കിക്കൊണ്ട് നാളെ നിന്റെ കഥ കഴിയുമെന്നും നാളെ നിന്റെ ശുശ്രൂഷ തീരുമെന്നും നീ ഇനി ആളുകളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കത്തില്ലെന്നും അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി സ്തോത്രം ഉറങ്ങാതെ രാത്രി ഭാവന കാണുന്ന ഗൂഢാലോചനകൾക്കെതിരെ ഇന്ന് രാത്രി ദൈവം എഴുന്നേറ്റിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിലെ ഭാവനകൾക്കെതിരെ ദൈവം എഴുന്നേറ്റിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു അപാര കഴിവ് നമ്മുടെ ദൈവത്തിനുള്ളത് കൊണ്ടാണ് നമ്മളെ മിക്കവാറൊക്കെ പിടിച്ചു നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെതിരെ, നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, സ്തോത്രം, ആത്മീകമായി ജീവിക്കുന്നവർക്കെതിരെയുള്ള സകല ഭാവനകളെയും ദൈവം പൊളിച്ചു കളയും. ഇതൊരു സ്ഥലത്തല്ല, പല സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട്. 2 വാക്ക് ഞാൻ വേണമെങ്കിൽ കൂട്ടി പറയാൻ വേണ്ടി തരാം. മത്തായിയുടെ സുവിശേഷം 1:19. മറിയെ യോസഫിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. സ്തോത്രം. യോസഫിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുക. മറിയെ, യേശുവിൻ്റെ അമ്മ മറിയെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദൂതൻ വന്നിട്ട് മറിയോട് പറയുന്നത്, കൃപ ലഭിച്ചവിടെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നീ ഗർഭിണിയാകും, ഒരു മകനെ പ്രസവിക്കും, അത് വിശുദ്ധ പ്രജയായിരിക്കും, അവന് യേശു എന്ന് പേരിടണം. അങ്ങനെ ചോദ്യങ്ങളും സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞു. മറിയ അവളെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ യേശു ഉരുവായി. സ്തോത്രം. 3 മാസം സക്കറിയാവിൻ്റെ എലിസബത്തിൻ്റെ കൂടെ പോയി പാർത്തു. 3 മാസം കൊണ്ട് ഏറെക്കുറെ ഒരു സ്ത്രീ ഗർഭിണിയായാൽ പുറത്തറിയാൻ തുടങ്ങും. അങ്ങനെ വന്ന സമയത്ത് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന യോസേപ്പ് പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ മറിയയ്ക്ക് ലോകാപവാദം വരുത്താതിരിക്കാൻ, സ്തോത്രം, ഗൂഢമായി ഉപേക്ഷിപ്പാൻ വേണ്ടി ഭാവിച്ചു എന്നെഴുതിയിരിക്കുന്നു. ഇങ്ങനെ ആരോടും വിളിച്ചു പറഞ്ഞില്ല, സഭാ കമ്മിറ്റി പറഞ്ഞില്ല, വീട്ടിൽ പറഞ്ഞില്ല, വാട്സാപ്പിലൂടെ ഇല്ലാത്തതൊന്നും സ്തോത്രം പ്രചരിപ്പിച്ചുമില്ല. അയാൾ നീതിമാനായതിൻ്റെ പേരിൽ അയാൾ ഭാവിച്ചു, ഈ കല്യാണം വേണ്ട, ഇവളുമായിട്ടൊരു ജീവിതം വേണ്ട.
പലവട്ടം ചിന്തിച്ചു. ലാസ്റ്റ് ഭാവിക്കുകയാണ്, ഡിവോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തോടുകൂടി യഹൂദൻ്റെ വിവാഹത്തിൻ്റെ ഉടമ്പടികളൊക്കെ സൈൻ ചെയ്യപ്പെടും വിവാഹ നിശ്ചയത്തോടുകൂടെ. പിന്നെ ഒരു കൂടിച്ചേരൽ മാത്രമാണ് യഹൂദൻ്റെ കല്യാണത്തിന് വിവാഹം എന്ന സെറമണി. കൊടുക്കുവാങ്ങലുകളും ഒപ്പിടിയിലും തീരുമാനങ്ങളെല്ലാം വിവാഹ നിശ്ചയത്തിൽ കഴിയും. അതുകൊണ്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരെ ആയിത്തീർന്ന് ഒന്നിച്ചു കൂടിയില്ലെന്നുള്ളൂ. പിന്നെ അവരുടെ മതകോടതിയിൽ കൊടുത്തിട്ട് വേണം അത് വിഡ്രോ ചെയ്യാൻ വേണ്ടി. അതിനുകൊണ്ടാണ് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് മതകോടതി പോകണ്ടെന്നോർത്ത് പ്ലാൻ ചെയ്യുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവമല്ലേ ഇവിടെ ഉള്ളിൽ ഉരുവാകാൻ, യേശു ഉരുവാകാൻ ഉത്തരവാദിയായത്? സ്തോത്രം. ഈ പെണ്ണ് പാവം ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. പാവപ്പെട്ട വീട്ടിൽ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അവിടെ സ്വപ്നത്തിൻ്റെ ഏറ്റവും ചിറക് മുടക്കുന്ന സമയത്താണ് ചിറക് അരിയുന്നത് പോലൊരു തീരുമാനം ദൂരെ എവിടെയോ ഒരുത്തൻ്റെ ഹൃദയത്തിൽ ഭാവനയായിട്ട് മുട്ടിടുന്നത്. അത് സ്വർഗത്തിലിരുന്നുകൊണ്ട് ദൈവം കണ്ടു. ഇന്ന് രാത്രി ഞാൻ വീണ്ടും അതിനോട് ചേർത്ത് ദൂത് പറയുക. നിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ആരോ ദൂരത്ത് ഭാവന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി എൻ്റെ ദൈവം ഇവിടെ വെറും വാക്കല്ല പറയുന്നത്, മറ കീറിക്കൊണ്ട്, നമ്മളറിയാത്ത മറ കീറിക്കൊണ്ട്, എന്തു സംഭവിച്ചു എന്നറിയാത്ത മറ കീറിക്കൊണ്ട് പരിശുദ്ധ ദൈവത്തിന്റെ മഹാപ്രവൃത്തി തന്നെ ഇവിടെ സംഭവിക്കുക. മറിയെ ഉപേക്ഷിക്കാൻ വേണ്ടി ഭാവിച്ചു. പെട്ടെന്ന് ദൈവം ദൂതനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, യോസഫേ, മറിയെ നിന്റെ ഭാര്യയായി ചേർക്കാൻ ശങ്കിക്കണ്ട. സ്തോത്രം. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് വിശുദ്ധ പ്രജയാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മാറിപ്പോയ കല്യാണം തിരിച്ചു വരും. ഈ വാക്കുകളൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു പൊതുവേദിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ജനത്തിനുള്ള ദൂതല്ലേ വേണ്ടേ? സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇതിനകത്തോ അല്ലെങ്കിൽ ഇത് ഹല്ലേലൂയ ഈ ലൈവിലൂടെ ദൂരത്തെവിടെയോ ഇരുന്ന് കാണുന്ന ഏതോ കുടുംബത്തോട് പറയുന്നു, നീ ദൈവത്തിനുള്ള ആളാണെങ്കിൽ, ദൈവത്തിൻ്റെ വഴി വിട്ടു പോകാതെ നീതിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിനക്കുള്ള ദൂത് പരിശുദ്ധാത്മാവ് ഈ അനുഗ്രഹിക്കപ്പെട്ട കൊച്ചിയിലെ ദൈവദാസന്മാർ കൂടി പണം മുടക്കി ചെലവഴിച്ച് ഈ ഹോൾ എടുത്ത് ഇതിനകത്ത് ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി ക്രമീകരിച്ചിരിക്കുന്ന യോഗത്തിൽ ഒരുപക്ഷെ ഭൂഖണ്ഡത്തിന്റെ ഏതോ അറ്റത്ത് അങ്ങ് അമേരിക്കയിലോ കാനഡയിലോ ഗൾഫ് രാജ്യങ്ങളിലോ വടക്കേ ഇന്ത്യയിലോ കേരളത്തിന്റെ ഏതോ സ്വത്രം വൻകിട പട്ടണത്തിലോ ഇരുന്നു കൊണ്ട് ഈ ദൂത് കേൾക്കുന്ന നിന്നോട് പറയുന്നു, മാറിപ്പോയ വിവാഹം പോലും തിരിച്ചു കൊണ്ടുവരാൻ കരുത്തുള്ള ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ കൈയടിപ്പിക്കാൻ പറയല്ല, ചിലത് മടങ്ങി വരാൻ വേണ്ടി പറയാ. ഹല്ലേലൂയ. നിനക്കൊരു ഉയർച്ച വരരുത്, നിനക്കൊരു സ്ഥാനം കിട്ടരുത്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ പേര് സജസ്റ്റ് ചെയ്യരുത്, നിന്റെ സന്തതിക്കൊരു പ്രൊമോഷൻ കിട്ടരുത്. സ്തോത്രം. നിന്നെ ഉയർത്തരുത്, നിന്റെ അവസരങ്ങളെ ബന്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം മനഃപൂർവ്വമായിട്ട് ആരൊക്കെയോ ഭാവന കണ്ട് അതിന്റെ കരുനീക്കം നടത്തുമ്പോൾ സ്തോത്രം അതിനിടയിൽ വാളിനും വാക്കിനും ഇടയിൽ എന്ന വണ്ണം സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, ഭാവനകൾ നടക്കില്ല, ഇത് എന്റെ മകളാണ്, എന്റെ മകനാണ്, എന്റെ ദാസനാണ് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു ദൈവത്തെയോ നമ്മൾ ആരാധിക്കുന്നത്. ഈ രാത്രി ദൈവസന്നിധിയിൽ ആത്മാവിൽ വിശ്വസിക്കണം, സ്വർഗത്തിലെ ദൈവം അതിന് കരുത്തും കഴിവുമുള്ള ദൈവമാണ്. മറ്റൊരു ഭാവന കൂടി പറയാം. അത് മത്തായി തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിനകത്താണ്, 13-ാമത്തെ വാക്യത്തിനകത്താണ്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിങ്ങനെയാണ്, 2-ാം അധ്യായത്തിന്റെ 13-നകത്ത്, അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, അടുത്തത്, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, അടുത്തത്, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. അടുത്ത വാക്ക്, ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിക്കാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ നശിപ്പിക്കാൻ വേണ്ടി അന്വേഷിക്കാൻ ഭാവിച്ചപ്പോഴേ സ്വർഗത്തിലെ റഡാർ അത് പിടിച്ചെടുത്തു. സ്തോത്ര. ഹല്ലേലൂയ. ഉലകത്തിലെ ഏറ്റവും ശക്തനായിരിക്കുന്നവന്റെ ഗവൺമെന്റിന്റെ സന്നാഹങ്ങളെക്കാൾ ശക്തമാണ് ദൈവരാജ്യത്തിലെ ശക്തി.
നമ്മളിതിനെയൊക്കെ ചുമ്മാ വെറുതെ പാവപ്പെട്ടവന്റെ കൂട്ടമായി കാണുകയല്ല. എൻ്റെ ദൈവത്തിൻ്റെ ക്രമീകരണം പോലെ ലോകത്തിൽ ഒരുത്തിനും ക്രമീകരണം ഇല്ല. സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ. ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ റഡാറുകളൊക്കെയാണ് ഏറ്റവും ശക്തമാണെന്ന് അറിയപ്പെടുന്നത്. സ്തോത്രം. ഇന്ന് രാത്രികാലം പറയാം, അവരുടെ ആകാശത്തുകൂടെ ഒരു പക്ഷി അനധികൃതമായിട്ട് പറന്നാൽ പോലും വൈറ്റ് ഹൗസിലെ റഡാറിൽ അത് തെളിയുമെന്നാണ് അവരുടെ വീരവാദം. ശരിയോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇന്ന് രാത്രികാലം അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതിനെ വെല്ലുവിളിച്ചോണ്ടല്ല, അതിനെ തിരുത്തിക്കൊണ്ട് ഞാനൊരു ദൂത് പറയാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ റഡാറിൽ ഭൂമിയിൽ ഓലമേഞ്ഞൊരു ഷെഡിനകത്ത്, വാടക കെട്ടിടത്തിനകത്ത്, ഈ പട്ടണത്തിലെ ഏതോ 4 നില കെട്ടിടത്തിന്റെ മോളിൽ ടിൻഷീറ്റ് മേഞ്ഞ് ചൂട്ട് പൊള്ളുന്ന അന്തരീക്ഷത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ചങ്കില ചോര കൊണ്ട് വീണ്ടെടുത്ത ദൈവസഭയ്ക്ക് വിരോധമായി എവിടെയെങ്കിലും ആരെങ്കിലും ഗൂഢാലോചന നടത്തിയാൽ ഇവിടെ ആരും അറിയാതെ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റുകളും അറിയാതെ മുതലമടക്കിയ ദൈവം സ്വർഗത്തിലിരുന്ന് അറിയും. അതാ ദൈവം, അതാ ദൈവം. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്ന അതാ ദൈവം. ഈ ദൈവത്തെ ആരാധിക്കാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവമേന്ന് വിളിക്ക്. അതാ ദൈവം, അതാ ദൈവം. നിന്റെ തലമുടി പോലും എണ്ണിയവനാ ദൈവം. നിനക്കെതിരെയുള്ള ഭാവനകൾ അറിയുന്നവനാ ദൈവം. നീ പോയി തട്ടി ഉണർത്തേണ്ടവനല്ല ദൈവം. സ്തോത്രം. നിന്റെ ദൈവം നിനക്കെതിരെ നീങ്ങുന്ന കരങ്ങളെ അറിയുന്നവനാ. അവൻ മയങ്ങുന്നവനല്ല, അവൻ ഉറങ്ങുന്നവനല്ല. അതാ ദൈവം. സംഭവിച്ചതിന് ശേഷം അയ്യോ സംഭവിച്ചെന്ന് പറയുന്നവനല്ല ദൈവം. സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് നടപടിയെടുക്കുന്നൊരു ദൈവം ചരിത്രത്തിലുണ്ട്. ആ ദൈവത്തെയോ ഞങ്ങൾ അപ്പാന്ന് വിളിക്കുന്നത്, ആ ദൈവത്തെയോ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങളില്ല, കുലദൈവങ്ങളില്ല, കുടുംബ ദൈവങ്ങളില്ല. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം സകലത്തിനും മതിയായവൻ. ഹല്ലേലൂയ. ആ ദൈവം സകലത്തിനും മതിയായവൻ. കരമുയർത്തി കർത്താവിനെ നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ശക്തമായിട്ടൊരു പ്രാവശ്യം കൂടെ സ്തോത്രം. ഹല്ലേലൂയ. പറയാൻ വേണ്ടി മനസ്സിലടുക്കി വെച്ച എല്ലാ ഭാഗമൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലും ഞാൻ 1-2 കാര്യം കൂടി വേഗത്തിൽ ഈ ഭാഗത്തു നിന്നുകൊണ്ട് പറഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ഭാവിച്ചതിൻ്റെ തലേ രാത്രി ദൈവം വിഷയത്തിൽ ഇടപെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി എല്ലാ വിശ്വാസികളും, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച എല്ലാ ആളുകളും അറിയാൻ വേണ്ടി ഞാൻ ഈ കാര്യം പറയുന്നു. നമ്മുടെ ആത്മബലം, നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് വിഷയം ഉണ്ടോ എന്നുള്ളതല്ല വിഷയം, നമുക്ക് പ്രശ്നമുണ്ടോ എന്നുള്ളതല്ല വിഷയം. നമുക്കൊരു വിഷയമുണ്ടായാൽ ദൈവം നമ്മുടെ വിഷയത്തിനകത്ത് ഇടപെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അല്ല, വിഷയമുണ്ട്, എതിരുകളുണ്ട്, ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നമുണ്ട്. ചിലപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ചിലർ കേസ് കൊടുത്തുന്നിരിക്കും. സ്തോത്രം. ചിലപ്പോൾ ഒരു ദിവസം പോലീസ് സ്റ്റേഷൻ്റെ വാതിൽക്ക് പോയി നിൽക്കേണ്ട വന്നിരിക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. സ്തോത്രം. പക്ഷേ ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് ദൈവം ഇടപെടുന്നതിനകത്താണ് നമ്മുടെ ബലം ഇരിക്കുന്നത്. ഒരു പരാതി കൊടുക്കാതെ സ്വമേധയാ കേസെടുക്കുക എന്നൊരു വകുപ്പ് നമ്മൾ കേട്ടിട്ടുണ്ടോ? സ്വമേധയാ കേസെടുക്കാന്ന്. ഇപ്പം ബാലവേല എന്ന് പറഞ്ഞ വകുപ്പുണ്ട്. സ്തോത്രം. ബാലാവകാശ കമ്മീഷനല്ലേ, അങ്ങനെ ഒരു കമ്മീഷനുണ്ട്. അവരെന്ത് ചെയ്യുന്നു? ഒരു കൊച്ചിനെ ഉപദ്രവിച്ചെന്നോ അല്ലെങ്കിൽ കൊച്ചിനെ ഏതെങ്കിലും വീട്ടിൽ, സ്വന്തം മക്കളായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം വീട്ടിലായിരിക്കാം, എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആരും പരാതി കൊടുത്തില്ലെങ്കിലും സ്വമേധയാ കേസെടുക്കും. സ്തോത്രം. അങ്ങനെ ഒരു വകുപ്പുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കും. ആരും കൊടുത്തല്ല, ഇങ്ങനെ അറിഞ്ഞോ കേസെടുക്കും. ഇതുപോലെ ദൈവം തമ്പുരാൻ നമ്മൾ കേസ് കൊടുത്ത് പരാതി കൊടുത്ത് ഞങ്ങളെ പോലത്തെ ഉപദേശിമാരെല്ലാവരും വക്കീലാക്കിയിട്ടും ദൈവം കേസെടുക്കുന്നില്ല. സ്തോത്രം. അതൊരു പ്രശ്നമാണ്. എന്നാൽ ദൈവസന്നിധി ഞാൻ ഈ വേദപുസ്തകം പഠിച്ചപ്പോൾ കണ്ട കാര്യം പറയാം. നമ്മൾ വിട്ടാലും ദൈവം വിടാത്ത ചില കേസുകളുണ്ട്. ഒത്തിരി തെളിവുണ്ട്. ഒരെണ്ണം ഞാൻ പറയാം. സ്തോത്രം. മോശ കല്യാണം കഴിച്ചിട്ട് കൂശ്യസ്ത്രീയാണ്. അങ്ങനെ കല്യാണം കഴിക്കേണ്ട വന്നു. സ്തോത്രം. മോശ നേതൃത്വത്തിലേക്ക് വന്നപ്പോഴത്തേക്കും കാലങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിച്ച് പിള്ളേരും ജനിച്ചു.
അപ്പോൾ മോശ ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ സ്വന്തം കുടുംബത്തിനകത്ത് നിന്ന് മിരിയാം അഹരോനെയും കൂടി ഇളക്കിയിട്ട് രണ്ടുപേരും കൂടെ കൂശസ്ത്രീ നിമിത്തം പ്രശ്നം ഉണ്ടാക്കി. മോശ അന്ന് പരാതി പറയാൻ പോലെ 3 ദിവസം വെള്ളം കുടിക്കാതെ ഉപവസിക്കാനും പോയില്ല, ഒന്നും പോയില്ല. നമ്മളാണെങ്കിൽ ഒരു 7 ഉപവാസത്തിൻ്റെ വകുപ്പുണ്ടത് അല്ലേ? സ്വത്രം ഇത്ര കേസ് വീട്ടിൽ വന്നാൽ നമ്മൾ മിക്കവാറും ഒരു 7 ദിവസം ഉപവാസത്തിനുള്ള വകുപ്പുണ്ടത്. പക്ഷെ പുള്ളി അത് മൈൻഡ് ചെയ്തില്ല. ഇത് പറഞ്ഞു, ചേച്ചി ശരിയാണ്, എന്നെ ഓമനിച്ച് വളർത്തിയതാണ്, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട, ചേച്ചി എൻ്റെ കല്യാണം കൂടിയില്ല, ചേച്ചിക്ക് ആകരുത് പോലത്തെ ഒരു പെണ്ണായിരിക്കത്തില്ല എൻ്റെ ഭാര്യ. അതുകൊണ്ട് പുള്ളി അതിന് മണങ്ങാനും പോയില്ല, ക്ലാരിഫൈ ചെയ്യാനും പോയില്ല, ഒന്നും മിണ്ടാതെ സൗമ്യനായി. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ദൈവം പുള്ളിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ലോകം കണ്ടു വെച്ച ഏറ്റവും വലിയ സൗമ്യനാണ്. ഒന്നും മിണ്ടാൻ പോയില്ല, ഒന്നും മിണ്ടാ. പിന്നെ ഇവർ മിണ്ടാതിരിക്കും തോറും മിരിയാം അങ്ങ് കളിക്കുക. അപ്പോൾ ഒരു ദിവസം ദൈവം വന്നിട്ട് പറഞ്ഞു, മിരിയാമിനെ അഹരോനെ വിളിച്ചിട്ട് പറഞ്ഞു, വൈകുന്നേരം ആകുമ്പോൾ കൂടാരത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ നിങ്ങൾ വായിച്ചിരിക്കുന്നത്? മോശ ഉപവാസം എടുത്തില്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല, ഉള്ള സ്ഥലത്തേക്കെല്ലാം പ്രയർ റിക്വസ്റ്റ് അയച്ചുമില്ല. പുള്ളിയുടെ സൈലൻ്റ് ആയിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ദൈവം നേരിട്ട് വന്നിട്ട് പറഞ്ഞു, മിരിയാമിനോട് പറഞ്ഞു അഹരോനെ വിളിച്ചിട്ട് കൂടാരത്തിലേക്ക് വരണമെന്ന്. പുറകെ മോശയോടും പറഞ്ഞു, നീയും വരാൻ പറഞ്ഞു. എന്തോ പെട്ടെന്ന് അവർക്ക് പിടി കിട്ടി, എന്താണെന്നറിയില്ല. അവിടെ ചെന്നപ്പോൾ ദൈവം നേരിട്ട് കേസെടുത്തു. ഉപവാസം എടുത്തില്ലെങ്കിലും ഒരിടത്തേക്ക്, ഇതൊന്നും തെറ്റാന്നല്ല പറയുന്നത്, അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ടെന്നായി പറയുന്നു. സ്തോത്രമല്ല. മറ്റേത് ഇപ്പോൾ ഒരിടത്തേക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞതോ അല്ലെങ്കിൽ ആരെങ്കിലും ആൾ വീട്ടിൽ വന്ന് ആഴ്ചയൊരുക്കി പ്രാർത്ഥിക്കുന്നത് തെറ്റാന്നല്ല പറയുന്നത്. പക്ഷെ ഇന്നിവിടെ പറയുന്നത്, ഞാൻ കാരാഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞ് തുടങ്ങിയത് തന്നെ ആത്മീകത്തിൻ്റെ ഒരു ഉയർന്ന പടിയിലേക്ക് കയറണം. സ്തോത്രം. ഈ കാര്യത്തിനകത്ത് നമ്മൾ ദൈവത്തിനുള്ളവരായി ദൈവത്തിൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ നിന്റെ കാര്യം ദൈവം നോക്കും. നിന്റെ പിള്ളേർക്കെതിരെ എന്തെങ്കിലും സംഭവം നടന്നാൽ സ്വർഗത്തിലെ ദൈവം നേരിട്ട് കേസെടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിനെ വിവാഹം കഴിച്ചയച്ച വീട്ടിൽ പരമാർത്ഥ ഹൃദയത്തോടെ നിന്നിട്ടും അവിടെ നിർത്താത്തൊരു സ്ഥിതി ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതെല്ലാം ദൂതാന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രഹസനത്തിൻ്റെ ഭാഗമല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് ദൂതാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കുള്ള ദൂതാണ്? നിന്റെ കുഞ്ഞിനെ വിവാഹം കഴിച്ചയച്ചെടുത്ത് കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത സ്ഥിതിയിൽ പുറത്താരോടും പറയാതെ കൊണ്ടു നടക്കുന്ന വിഷയത്തിൽ നീ മൗനമായിരുന്നാൽ മതി. ആരോടും പറയണ്ട, ആരെയും കാണാൻ പോകണ്ട. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ, കുഞ്ഞിനോട് അങ്ങനെ തന്നെ പറയണം, മിണ്ടാതിരുന്നാൽ എൻ്റെ ദൈവം നേരിട്ട് ആരും പറയാതെ സ്വമേധയാ കേസെടുക്കും. ഏതോ കുടുംബത്തിന് വേണ്ടി, ആരുടെയോ തലമുറയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. വിഷയത്തിൽ ദൈവം ഇടപെടുന്നു. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേൾക്കണം. സ്തോത്രം. അവസാന വാക്കുകളിലേക്ക് വരികയാണ്. ദൂതൻ കാരാഗ്രഹത്തിൽ വന്നു, വിലാപ്പുറത്ത് തട്ടി. പട്ടാളക്കാരുണ്ട് 10-16 പേര്. ദൂതൻ ഇവനോട് പറയുകയാണ്, പെട്ടെന്ന് ചെരിപ്പിട്, വേഗം അരകെട്ടി മുറുക്ക്. താഴെ അങ്ങനെ എഴുതിയിട്ടില്ലേ? നിങ്ങൾ വായിച്ചിട്ടുള്ള ഭാഗാൻ്റെ വേല ഞാൻ പിന്നെ എടുത്ത് വായിപ്പിക്കാതെ. സ്തോത്രം. 8-ാം വാക്യം. ദൂതൻ അവനോട് അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ചെൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. പിന്നാലെ ചെന്നു. അത്രയും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുക. 2 വാക്യം പാസ്റ്റർക്ക് എഴുതി കൊടുത്തായിരുന്നു. എല്ലാ വാക്യം തിരിച്ചു കൊണ്ടുപോവുക. സ്തോത്രം. ഇവിടെ വെച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ ദൂതാതായിരുന്നു. സ്തോത്രം. മറ്റേത് എൻ്റെ പരാക്രമം കൊണ്ട് എഴുതിയതാണ്. സ്തോത്രം. ഒരു പ്രസംഗത്തിന് വേണ്ടി വരുമ്പോൾ അങ്ങനെയാണല്ലോ. സ്തോത്രം. നിങ്ങൾക്കറിയാം, ഞാൻ സാധാരണ സംഭവിക്കുന്നതാണ്, ഈ 20 മിനിറ്റ് പ്രസംഗത്തിന് വേണ്ടി ഒരു വലിയ നീണ്ട ലിസ്റ്റ് മുഴുവൻ എഴുതിക്കൊണ്ട് വരും. പക്ഷേ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ ആക്രാന്തം കൊണ്ട്, നമ്മുടെ നൊമ്പരം കൊണ്ടും പറയുന്ന എഴുതുന്ന. പക്ഷേ ദൈവാത്മാവ് ഇടപെട്ടാൽ അതൊന്നും പോകേണ്ട വരികയില്ല. ഇന്ന് അങ്ങനത്തെ ഒരു രാത്രിയായിരുന്നു. അവസാന വാക്ക്. ദൂതം വന്നിട്ട് പറയുകയാണ്. സാധാരണ നമ്മൾ അങ്ങനെയാണെങ്കിൽ എന്താ? അപ്പോൾ പത്രോസ് അവിടെ ചെന്നു. കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ പത്രോസ് അവൻ്റെ മേൽവസ്ത്രം, ആ വസ്ത്രം പുതക്കിയ എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഷനിലാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, വേർ യുവർ കോട്ട്. നിൻ്റെ കോട്ട് എടുത്തിടാനാണ് പറഞ്ഞത്. അപ്പോൾ യഹൂദനായിരിക്കുന്ന ഈ ഉപദേശിക്ക്, സ്തോത്രം, അവരുടെ കൾച്ചറിൽപ്പെട്ടായിരിക്കാം, ഒരു വസ്ത്രം നഗ്നനായിട്ടല്ല കിടക്കുന്നത്. അവനൊരു കോട്ട് അതിൻ്റെ മുകളിലിട്ടു. അത് പത്രോസ് അഴിച്ച് മൂലയിൽ വെച്ചു. ചെരിപ്പഴിച്ച് വെച്ചു. അവൻ്റെ ബെൽറ്റ് അരകെട്ടിത് അഴിച്ചു വെച്ചു. കാരണം നാളെ കൊല്ലാൻ പോവല്ലേ. അവസാനം അദ്ദേഹം ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഒരു പ്രാവശ്യം കൂടി ആ വസ്ത്രത്തിലേക്ക് നോക്കിയിട്ട് ചിന്തിച്ച് കാണും, ഈ വസ്ത്രം ജീവിതത്തിൽ ഒരിക്കലും ഇനി അണിയേണ്ടി വരികയില്ല.
അന്ന് വസ്ത്രത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ള കാലമാണ്. ആ ചെരുപ്പ് ഇതൊന്നും എല്ലാവർക്കും ചെരുപ്പുള്ള കാലമല്ല. അന്ന് അരകെട്ടാൻ എല്ലാവർക്കും അധികാരമില്ല. ഈ മനുഷ്യനെ സ്തോത്രം ദൈവമാണ് മീൻ പിടിക്കാൻ നടന്നിടത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഈ പദവിയിൽ കൊണ്ടുവന്ന് ഈ വസ്ത്രവും കോട്ടെന്ന് തന്നെ ഞാൻ പറയാം, ഈ കോട്ട് ഇടിച്ചത് ദൈവമാണ്. അവരുടെ കൾച്ചറിൽ, ഞാൻ പറഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല, അവരുടെ കൾച്ചറിൽ വാസ്തവത്തിൽ അവരൊത്തിരി വസ്ത്രവും ധരിക്കുന്നവരല്ല. സ്തോത്രം. അതെൻ്റെ ഊഹമല്ല, ബൈബിളിൽ നിന്ന് പറയുന്നതാണ്. കാരണം യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് നിറഞ്ഞതിന് ശേഷം പത്രോസ് കടൽ വീണ്ടും ചിലരെയും വിളിച്ചുകൊണ്ട് പടകും വലയെടുത്ത് മീൻ പിടിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഒന്നും കിട്ടിയില്ല. അന്ന് രാവിലെ കർത്താവ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കരയിൽ വെച്ചിട്ട് ഇവരെ കാത്തിരിക്കുക. ദൂരെ നിന്ന് നോക്കിയപ്പോൾ പറഞ്ഞു ഭൂതമാണെന്ന് പറഞ്ഞു. പേടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ യോഹന്നാൻ പറഞ്ഞു ഭൂതം അല്ലടാ, അത് കർത്താവാണ്. കർത്താവാന്ന് പറഞ്ഞ മാത്രയിൽ അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്, പത്രോസ് നഗ്നനാകയാൽ തോർത്തരയെ ചുറ്റിക്കൊണ്ട് വെള്ളത്തിൽ ചാടി നടന്നു. എങ്ങനെ നഗ്നനായി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സിലായോ? ഇവർക്ക് വാസ്തവത്തിൽ ഇവരുടെ ഇതിനകത്ത് വലിയ വസ്ത്രമൊന്നും വേണ്ട, കോട്ടൊന്നും വേണ്ട. സ്തോത്രം. ഉള്ള വസ്ത്രം പോലും വേണ്ടാത്തൊരു ഒരു പശ്ചാത്തലത്തിലാണ് അവർ. അങ്ങനെ ജീവിച്ച മനുഷ്യനെ കോട്ടിടിച്ചത് ദൈവമാണ്. സ്തോത്രം. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ജീവിച്ചവനെ ശുശ്രൂഷയാണ് കോട്ടിടിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ചെരിപ്പിടാൻ എല്ലാവർക്കും ആ കാലത്ത് അവകാശമില്ല. പക്ഷെ ഇവനെ ചെരിപ്പിടിച്ചത് കർത്താവാണ്. അരകെട്ടുന്നത് അധികാരത്തിൻ്റെ ചിഹ്നമായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചു കൊണ്ടുവരാം. ഇവൻ്റെ അരകെട്ടിച്ചത് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം കൊടുത്ത ശുശ്രൂഷയുടെ അങ്കിയും ദൈവം കൊടുത്ത അധികാരത്തിൻ്റെ അരക്കെട്ടും ദൈവം കൊടുത്ത ശുശ്രൂഷയുടെ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ചെരിപ്പും ഇത് ഹെരോദാവിൻ്റെ കാരാഗ്രഹത്തിൽ വെച്ച് ഇനി ഒരിക്കലും ഇടേണ്ടി വരില്ലെന്ന് പറഞ്ഞ് ഇത് അഴിച്ചു വെപ്പിച്ചു. അഴിച്ചതാണെങ്കിലും അഴിച്ചു വെപ്പിച്ചതാണെങ്കിലും സ്തോത്രം ഇത് അഴിച്ചു വെപ്പിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് രക്ഷപ്പെടുത്താൻ നേരത്ത് സ്തോത്രം ചെരുപ്പും വടിയൊക്കെ കള രക്ഷപ്പെടാമെങ്കിൽ പട്ടാളക്കാർ എഴുന്നേക്കുന്നൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ എൻ്റെ കൂടെ വരാനാ പറയേണ്ടത്. പക്ഷെ ദൂതൻ പറഞ്ഞു അഴിച്ചു വെച്ച ചെരുപ്പിടറ. സ്തോത്രം. അഴിച്ചു വെച്ച അരകെട്ടിയിട്ട് വാ, അഴിച്ചു വെച്ച കോട്ടെടുത്തിടാൻ പറഞ്ഞു. ഇന്ന് രാത്രി ഇത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോവുക. ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം നിനക്ക് തന്ന ശുശ്രൂഷയുടെ അങ്കി നിന്നെ കൊണ്ട് അഴിപ്പിക്കാൻ പിശാച് നോക്കിയെങ്കിൽ ദുഷ്ടശക്തികൾ, അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ, സ്വർഗത്തിലെ ദൈവം നിന്റെ കൾച്ചർ മാറ്റി, നിന്റെ ഗതികേട് മാറ്റി, സ്വത്രഹലിയ വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാതിരുന്ന എന്നെയും നിങ്ങളെയും സർവകൃപാലുവായ ദൈവം കോട്ടിടിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പറയാം, ദൈവം തമ്പുരാൻ കോട്ടിടിച്ചെങ്കിൽ ആ കോട്ടഴിക്കാൻ ഏത് ഹെരോദാവ് നോക്കിയാലും എന്റെ ദൈവം നിന്നെ ചെരിപ്പിടിച്ചെങ്കിൽ, എന്റെ ദൈവം നിന്നെ അരകെട്ടിയെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ നിന്നെ ദൈവം തന്നെ അരക്കെട്ടഴിച്ചെങ്കിൽ അത് ജീവിതത്തിന്റെ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും കടഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ആർക്കോ നിന്റെ കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് വന്ന് പാകപ്പെട നിന്റെ തല കുനിപ്പിച്ചെങ്കിൽ എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയുടെ പ്രവചന ദൂതി ഞാൻ പറയുക, ഈ കാലഘട്ടം നിന്റെ അരക്കെട്ടഴിപ്പിച്ചെങ്കിൽ, നിന്റെ ഉടയാടെ അഴിപ്പിച്ചെങ്കിൽ, നിന്നെ ജയിൽ വസ്ത്രം ധരിപ്പിച്ചു നാളെ ആളുകളുടെ മുമ്പിൽ നിർത്താൻ ഭാവിച്ചെങ്കിൽ എന്റെ ദൈവം പറയുന്നു, നാളെ നേരം വെളുക്കുന്നതിനേക്കാൾ മുമ്പ് ഹെരോദാവേ, പിശാചേ, നീ അഴിച്ച അവന്റെ അങ്കിയും അവന്റെ ചെരുപ്പും അവന്റെ അരക്കെട്ടും ഇടിവിച്ചോണ്ട് ഞാൻ എന്റെ ദാസനെ ശുശ്രൂഷയ്ക്ക് വീണ്ടും ഇറക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആരോടോ ദൂത് പറയാ. രോഗം നിന്റെ അരക്കെട്ടടിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി അൽഷിമേഴ്സ് പോലെ നിന്റെ ജീവിതത്തിനകത്ത് ജരാതരകൾ, ഭാരങ്ങൾ, കടഭാരങ്ങൾ, നീ അറിയാതെ വന്നുപോയ ഞെരുക്കങ്ങൾ, അബദ്ധത്തിൽ വന്നുപോയ ഏതൊക്കെയോ സംഭവങ്ങൾ നിന്റെ അരക്കെട്ടഴിച്ചെങ്കിൽ, നിന്റെ ചെരിപ്പഴിച്ചെങ്കിൽ, നിന്റെ ചുടലഹന്തരക്ഷസി കൃപയുടെ അങ്കി അഴിച്ചെങ്കിൽ ഇന്ന് രാത്രി ഈ യോഗം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, തിരിച്ചെടുത്തണിയുക. ചേർന്ന് കരമടിച്ച് എല്ലാരും കൂടി ഒരുമിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഈ ദൂത് കണ്ടുപിടിക്കുക. ഇന്ന് രാത്രി നിങ്ങളെ എന്റെ ദൈവം എന്നോട് പറഞ്ഞു വിട്ടത്, നിങ്ങളുടെ അര കെട്ടിയിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ, നിങ്ങളുടെ ചെരി പിടിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. ഇന്ന് രാത്രി കാരാഗ്രഹത്തിലേക്ക് അന്ന് ദൂതനെ അയച്ചെങ്കിൽ കൊച്ചിയിലേക്ക് അയച്ച ദൈവത്തിന്റെ ദൂതനാണ് ഞാനെന്ന് അഹങ്കാരം പറയുകയല്ല, ദൂത് പറയാ.
ഹല്ലേലൂയ. വെളിപ്പാടിന്റെ, ദർശനത്തിന്റെ, അധികാരത്തിന്റെ, അഭിഷേകത്തിന്റെ, കൃപാവരത്തിന്റെ, ശുശ്രൂഷയുടെ, ഇടയ പരിപാലനത്തിന്റെ, വചന വെളിപ്പാടിന്റെ, രോഗശാന്തിയുടെ അങ്കി നിനക്കുണ്ടായിരുന്നു. അതിന്റെ അധികാരത്തിന്റെ നടുക്കെട്ട് നിനക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. സുവിശേഷാത്മാവിന്റെ ഒരു ഷൂവ് നിനക്കുണ്ടായിരുന്നു. അത് അഴിപ്പിച്ച് നിന്നെ അപഹാസ്യനാക്കാൻ, പരിഹാസിയാക്കാൻ സാത്താൻ ഒരുക്കിയ ഭാവനകളാണ് ഈ രാത്രി സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാസന്മാരും സഭയും ഒന്നിച്ചുകൂടിയ രാത്രി ദൈവം പൊളിക്കുന്നത്. പോരാ പോരാ പോരാ. വീണ്ടും ജനിച്ചവർ, കൃപ ലഭിച്ചവർ, അധികാരം പ്രാപിച്ചവർ, ആത്മബലത്തോടെ സ്തോത്രം ചെയ്യുന്നവർ, മറകീറുന്ന ഈ രാത്രി, വചനം കൊണ്ട് മറകീറുന്ന ഈ രാത്രി സ്വർഗം നിന്നോട് പറയുന്നു, നിന്റെ ശുശ്രൂഷയുടെ അങ്കിയെടുത്ത് അണിയുക. നാളെയല്ല, ഇപ്പോൾ. ഇനിയും നിനക്ക് യാത്രകൾ ഉണ്ടാകും. ഇനിയും നിന്നെ ആളുകൾ വിളിച്ചോണ്ട് പോകും. നിന്റെ പാഴ്സനേജിന്റെ വാതുക്കെ നിന്നെ കാണാൻ ആള് വരും. ഇനി അത് സംഭവിക്കാതിരിക്കാൻ ഭാവന കണ്ട് ദുഷ്ടന്റെ തന്ത്രങ്ങളെ ഈ രാത്രി ജനം ആരാധിക്കുമ്പോൾ, കർത്തൃദാസന്മാർ സ്തോത്രം ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം ജയമെടുക്കുക. പരിശുദ്ധനെ, പരിശുദ്ധനെ. സ്തോത്രം ചെയ്തോ, സ്തോത്രം ചെയ്ത് ആരാധിച്ചേ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും ഓരോരുത്തർക്കായി, ഇവിടെ ഇരിക്കുന്ന ആരാധിക്കുന്നവർക്കായി, ദൂതിന്റെ ഉടമസ്ഥർക്കായി. നിന്റെ കുഞ്ഞിനു നേരെ ശത്രു ഒരുക്കുന്ന ഭാവന നാളെ ഹല്ലേലൂയ നെഞ്ചിനകത്ത് അമ്പ് തറച്ചതുപോലെ ഈ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ മുമ്പിൽ പോയി കരഞ്ഞോണ്ട് നിൽക്കേണ്ട ഗതികേട് വരാതിരിപ്പാൻ ദൂത് വരുമ്പോൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാം. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. പരിശുദ്ധനെ, ഒന്നിച്ച് കൂട്ടത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ കൊച്ചി, പശ്ചിമ കൊച്ചിയിലെ സഭകൾ, ഇവിടത്തെ ദൈവദാസന്മാർ, ഇവിടത്തെ ദൈവമക്കൾ, ആരാധിച്ചിരിക്കുന്ന ദൈവമക്കൾ, ദൂതേറ്റെടുക്കുന്ന ദൈവമക്കൾ, അവർക്ക് ഏതെങ്കിലും രോഗങ്ങൾ വരുത്താൻ അവരുടെ ഉദരത്തിനോ, അവരുടെ ഹാർട്ടിനോ, ആന്തരിക അവയവത്തിനോ, തലച്ചോറിനോ, ശരീരത്തിനകത്തോ പുറത്തോ മറഞ്ഞിരിക്കുന്ന ചെതൽപുറ്റ് പോലെ സകല രോഗക്കെട്ടുകള് ആയുസ്സിന് മുമ്പേ, ആ പ്രായത്തിന് മുമ്പേ ഇല കൊഴിഞ്ഞു വീഴുന്ന പോലെ കൊഴിഞ്ഞു വീഴാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന സാത്താന്റെ ഭാവനകൾ രോഗമായി വെളിപ്പെടാൻ സാധ്യതയുള്ള എല്ലാ പോരുകളും ഇന്ന് രാത്രി അഴിയട്ടെ. Holy Spirit, കുടുംബ കോടതിയുടെ വാതിക്കൽ നിന്നെ കൊണ്ട് നിർത്താൻ, ഹല്ലേലൂയ, പത്രോസിനെ നാളെ ജനത്തിന്റെ മുമ്പിൽ നിർത്താൻ ഭാവിച്ചതുപോലെ കുടുംബ കോടതിയുടെ വാതിക്കൽ കൊണ്ട് നിർത്താൻ, ഹല്ലേലൂയ, എന്റെ ദൈവം എന്നോട് ഉറക്കെ പറയാൻ പറയുന്നു. ഹല്ലേലൂയ. ഡയാലിസിസ് യൂണിറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിന്നെ ഒരു യൂറിൻ ബാഗ് പിടിച്ചോണ്ടിരുത്താൻ സാത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ രോഗശാന്തി ഏറ്റെടുക്കാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, വിടുതൽ, 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 വിടുതൽ. ചാരം രഗനം ചാരം ഹംദന രഗദൽ പ്രൗഢചാര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിക്കെ നിന്റെ പ്രിയപ്പെട്ടവനെ കയറ്റിവിട്ടിട്ട് കണ്ണു നിറഞ്ഞ് ഉറങ്ങാതിരിക്കാൻ ശത്രുഭാവന കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ജനത്തിന്റെ കുടുംബത്തിൽ അത് സംഭവിക്കരുത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ മുമ്പിൽ, ക്യാൻസർ സെന്ററിന്റെ മുമ്പിൽ നമ്മുടെ കുടുംബത്തിലെ ഒരാളും പോയി നിൽക്കേണ്ടി വരരുത്. ഒരു കോടതിയിലും ഒരു പോലീസ് സ്റ്റേഷന്റെ മുമ്പിലും ഒരു പ്രതിയെ പോലെ തലകുനിച്ച് നിർത്താൻ നോക്കിയ ഭാവനകളെ എന്റെ ദൈവം പൊളിച്ചെങ്കിൽ ഇന്ന് രാത്രി ആരാധിക്കുന്ന സഭയോട് സ്വർഗം പറയുന്നു, അരിതാത്തരത്ത് നിർത്താൻ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും സാത്താൻ നോക്കിയാലും ഞാനത് സമ്മതിക്കുകയില്ല.
പരിശുദ്ധ ആത്മാവേ, കർത്താവേ, ജനം ഈ ദൂത് ഏറ്റെടുത്തു. ദൈവമേ, പരിശുദ്ധാത്മാവോട് സംസാരിച്ചു, അവരിത് ഏറ്റെടുത്തു. ആത്മാവിൽ നിറഞ്ഞ് ഞാൻ ഈ വിത്ത് ഇവിടെ വിതച്ചിട്ട് പോകുവാണപ്പാ. ഞാൻ ഈ വിത്ത് ഇവിടെ വിതച്ചിട്ട് പോകുക. ഇത് ആകാശത്തിലെ പറവകൾ കൊണ്ടുപോകരുത്. ഇത് മുള്ളിനടയിൽ ഞെരുങ്ങരുത്. ഇത് പാറസ്ഥലത്ത് കെട്ടുപോകരുത്. ഇത് പശ്ചിമ കൊച്ചിയിലെ സഭകളിൽ 100 മേനി വിളയട്ടെ, വിളയട്ടെ. ഹല്ലേലൂയ. ബന്ധനത്തിന്റെ കാലം തീർന്നെന്ന് സാത്താൻ അറിയട്ടെ. നിന്റെ പാവന നടക്കില്ലട പിശാചേ. ഇത് ചങ്കിലെ ചോര കൊണ്ട് യേശു വീണ്ടെടുത്ത സഭയാ. ഇത് അഭിഷേക തൈലം തലയിൽ വീണ് ദൈവത്തിന്റെ ദാസന്മാരാ, അവരുടെ കുടുംബാംഗങ്ങളോ. വിരോധമായ ഭാവനകളെ ദൈവം പൊടിച്ചിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കരമടിച്ച് ആത്മാവിൽ